ശാരദാംബയുടെ പ്രതിഷ്ഠാവാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജ്ഞാനമാകുന്ന മധു ഉണ്ട് ആരമിച്ച് തണ്ടാരിൽ വീണ് ഇരിക്കുന്ന എല്ലാ വണ്ടുകൾക്കും പ്രണാമം. വളരെ ഹൃദ്യവും അതോടൊപ്പം തന്നെ പ്രകാശം പരത്തുന്നതുമായ നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരാരാധന, ദേവിയോടുള്ള ആരാധന, ഈശ്വരനോടുള്ള ആരാധന ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നതിൻ്റെ ഉദാത്തമായ ഒരു കാഴ്ചയാണ് മറ്റെങ്ങും കാണാൻ കഴിയാത്ത ശിവഗിരിയിലെ ഈ ധർമ്മമീമാംസാ പരിഷത്തിൽ നമ്മൾ കാണുന്നത്. ശാരദാംബയുടെ തന്നെ വാക്കുകളെ എടുത്തുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിയിൽ തീരുമ്പോൾ ഒരു കാര്യം പറയും. 99 ശ്ലോകങ്ങൾ കൊണ്ട് ദേവിയെ വർണ്ണിച്ചിട്ട്, ദേവിയെ സ്തുതിച്ചിട്ട് അവസാനം ആചാര്യസ്വാമികൾ എന്തോ വെളിപ്പെട്ട് കിട്ടിയതുപോലെ, ബോധ്യം വന്നതുപോലെ ആചാര്യസ്വാമികൾ പറയും, ഞാൻ എന്താ ഈ കാണിക്കുന്നത്, ഞാൻ എന്താ ഈ ചെയ്യുന്നത്? ഒരു ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ മുൻപിൽ ചരാതുകൊണ്ട് ആരതി നടത്തുകയല്ലേ ഞാൻ ഇതുവരെ ചെയ്തത്? ഒരു സമുദ്രത്തിന് തർപ്പണം ചെയ്യുവാൻ വേണ്ടി സമുദ്രത്തിൽ നിന്ന് തന്നെ വെള്ളമെടുത്ത് തർപ്പണം ചെയ്യുന്ന രീതിയല്ലേ ഞാൻ ചെയ്തത്? അതുപോലെയാണമ്മേ നീയാകുന്ന വാക്സമുദ്രത്തിൽ നിന്ന് നിനക്ക് വേണ്ടി നീ തന്നെയാകുന്ന വാക്കുകളെ എടുത്ത് ഉപാസിക്കുന്ന ഞാൻ, എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറയുന്നത് പോലെയാണ്. അമ്മയെ ഏത് രീതിയിലാണ് സ്തുതിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല ഉപാസന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ജ്ഞാനോപാസനയാണ്, അറിവിൻ്റെ ഉപാസനയാണ്. അപ്പോൾ ആ അറിവിൻ്റെ ഉപാസനയാണ് ഗുരുദേവൻ തന്നെ ദേവിയെ വർണ്ണിക്കുമ്പോൾ ജനനീ നവരത്ന മഞ്ജരിയിൽ പറയും, തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, ഈ സല്ലാഭം ഒന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനി എന്ന്. അതാണ് ജഗദംബികയുടെ തിരുസ്വരൂപം. തെളിഞ്ഞ ബുദ്ധി, ലാഘവമുള്ള ഒരു ബോധം, വളരെ ലൈറ്റായിരിക്കുന്ന ഒരു ബോധത്തിലേക്കാണ് ജഗദംബിക നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ്, അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു ഉപാസനാ രീതിയാണ് നമ്മൾ ഇവിടെ അവലംബിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാവിലെ 9 മണി തന്നെ എനിക്ക് കിട്ടിയതിന് ഞാൻ ഗുരുദേവനോട് നന്ദി പറയുന്നു. കാരണം ഈ ഒരു കൃതി നമ്മൾ കേട്ടിട്ടുള്ള സാധാരണ ഗുരുദേവ രചിതമായിരിക്കുന്ന കൃതികളോട് തട്ടിച്ച് നോക്കുമ്പോൾ, ഒരു മലയാള ക്ലാസ്സിലിരുന്ന് ചെങ്ങമ്പുഴയുടെ കവിത കേട്ടിട്ട് കണക്ക് ക്ലാസ്സിലെ A+B² പഠിക്കുന്ന പ്രതീതി ഉളവാക്കുന്ന കൃതിയാണ്. അപ്പോൾ നാരായണ ഗുരുദേവൻ്റെ കോലതീരേശസ്തവവും അനുകമ്പാദശകവും ഒക്കെ കേട്ടിട്ട് ശ്ലോകത്രയിലേക്ക് വരുമ്പോൾ എന്തൊരു പണിയാണ് ഗുരുദേവൻ കാണിച്ചു വെച്ചിട്ടുള്ളത് എന്ന് തോന്നുന്ന തരത്തിൽ അത്രയും ശാസ്ത്രീയമായി, അത്രയും നമ്മളുടെ ചിന്തയെ, ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിചാരത്തെ, ആ വ്യക്തിയുടെ ചിന്തയെ എത്ര കണ്ട് ഉയർത്താമോ, എത്ര കണ്ട് വളർത്താമോ ആ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ശ്ലോകത്രയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൃതിയെക്കുറിച്ച് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ലാഘവം എന്ന് നേരത്തെ പറഞ്ഞത്, ലാഘവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കുറച്ച് സങ്കീർണതകളുണ്ട് എന്ന് പറയുന്നത് പോലെ
അല്ലേ? ഇപ്പോൾ ഒരു ഡ്രൈവിങ് പഠിച്ച് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ചില ഡ്രൈവർമാരൊക്കെ വാഹനം ഓടിച്ച് പോകുന്ന കാണുമ്പോൾ എത്ര സിമ്പിളായിട്ടാണ് അവർ ഓടിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതൊരു സ്ഥിര പരിചയം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ വേദാന്ത കൃതികൾക്കും ഒരു തല്ലാഘവമുണ്ട്, ലാഘവത്വമുണ്ട്. പക്ഷെ ആ ലാഘവത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അഭ്യാസ വൈരാഗ്യങ്ങൾ കുറച്ചുണ്ട്. അത് അവിടെ കുറുക്ക് വഴികളില്ല. ഇപ്പം നമ്മൾക്ക് ഗുരുദേവൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അന്തരംഗ മർമ്മരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഈ ഒരു നേരായ വഴിയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം ഗുരു പറഞ്ഞു തന്ന മാർഗം എന്ന് പറയുന്നത് അറിവിൻ്റെതാണ്. അത് തികച്ചും ബോധത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നാരായണ ഗുരുദേവൻ എന്താണ്, വളരെ ലളിതമായിട്ടുള്ളതും എന്നാൽ നമ്മളുടെ സാധാരണ ബുദ്ധിക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്തതുമായ, ശാസ്ത്രീയമായിരിക്കുന്ന പഠനങ്ങളെ ആവശ്യപ്പെടുന്നതുമായ രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളോടല്ലെങ്കിൽ പിന്നെ ആരോട് പറയും? അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം നമുക്ക് വേറെ ഒരിടത്തും ചെന്നിട്ട് നമുക്ക് ശ്ലോകത്രയം വെച്ചോളൂ കേട്ടോ. എന്താ പ്രതിഷ്ഠാവാർഷികത്തിനൊക്കെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ ശ്ലോകത്രയം വെച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരാളും ഊണ് കഴിക്കാൻ പോലും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. എന്താണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് കേട്ടിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് കേട്ടിട്ട് സുജനാനാൻ ചാരത്ത് വസിപ്പാനൊരു ഭാഗ്യം വരണം. എന്തൊരു സുഖമാണ് അതൊക്കെ കേൾക്കാൻ അല്ലേ? ഒരു പാട്ട് പാടുന്ന പോലെ കേൾക്കാൻ പറ്റും. ഇത് പാട്ടല്ല, ഇത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങളാണെന്ന് ആദ്യമേ പറയട്ടെ. അപ്പോൾ അത് പഠിക്കേണ്ടതാണ്. അതിന് കൃത്യമായ താളക്രമമുണ്ട്, കൃത്യമായ ഉദ്ദേശമുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒന്ന് പറ്റിച്ച് പരുവപ്പെടുത്തിയെടുക്കാനാണ്. അപ്പോൾ ശ്ലോകത്രയി എന്ന് പറയുന്ന ദർശനം ഗുരുദേവ കൃതികളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ആത്മോപദേശ ശതകം എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും 100 പദ്യങ്ങളൊക്കെ ചൊല്ലി ഇവിടെ നിന്ന് സ്വർണ്ണ മെഡലൊക്കെ മേടിച്ച് പോകുന്നവരാ. ഈ ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനമുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു പാഠഭാഗമാണ് ആത്മോപദേശ ശതകത്തിലെ 30 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ. ശ്ലോകത്രയി പറയുന്നതിന് മുൻപ് ഈ ഭാഗം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഭാഗത്തിൻ്റെ കൂടുതലായ വർണ്ണനയാണ് ശ്ലോകത്രയി എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും 32ാമത്തെ പദ്യം. 32ാമത്തെ പദ്യത്തിൽ ഗുരുദേവൻ മൊഴിയുന്നു, അറിവതു ധർമ്മിയയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധരമുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം. അറിവത് ധർമ്മിയയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യം ആക്കയാലേ ധരമുതലായവ ഒന്നുമില്ല താങ്ങുന്ന ഒരു വടിവാം അറിവുള്ളത് ഓർത്തിടേണം. ഇതാണ് ഒരു പദ്യം. ഈ പദ്യത്തിൻ്റെ കൃത്യമായ ഒരു വിശദീകരണമാണ് ശ്ലോകത്രയി എന്ന് വേണമെങ്കിൽ പറയാം. ആത്മോപദേശ ശതകം നിങ്ങളെന്നും വായിക്കുന്നതാണ്, നിങ്ങൾ വിചാരം ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഗുരു പറയുന്നത്, അറിവത് ധർമ്മിയയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. അതുപോലെ തന്നെ ഒരു ശ്ലോകം 31ാമത്തെ ശ്ലോകത്തിലും പറയുന്നു, അനുഭവം ആദിയിൽ ഒന്നിരിക്കിലല്ലാതെ അനുമതിയില്ല ഇതു മുന്നമക്ഷിയാലേ അനുഭവിയാതതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന്
അനുമിതിയാൽ അറിവീല അറിഞ്ഞിടണം. അറിവു നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയുമവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാദസമം തിരിഞ്ഞിടുന്നു. ഈ ശ്ലോകങ്ങളെല്ലാതും തന്നെ ശ്ലോകത്രയിലേക്കുള്ള സൂചനകളാണ്. അല്ലെങ്കിൽ ശ്ലോകത്രയി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ നമ്മൾ പഠിക്കാനായി പോകുമ്പോൾ അത് എവിടെ നിന്ന് കടന്നു വന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രവേശികയാണ് ഈ ഭാഗം. അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനം എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാം. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ദർശനമാലയിൽ ജ്ഞാനദർശനം എന്നൊരു ദർശനം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ജ്ഞാനമേകം ഹി സോപാധികം നിരുപാധികം ച തത് അഹങ്കാരാദിഹീനം യജ്ഞാനം തന്നിരുപാധികം എന്ന് തുടങ്ങുന്ന ജ്ഞാന ദർശനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഈ അറിവിൻ്റെ മേഖലയാണ്. അറിവിനെ കുറിച്ച് അറിവ് 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 എന്നുള്ള വാക്ക് ഗുരുദേവ കൃതികളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര തവണയാണ്, എത്ര വട്ടമാണ് ഗുരു അത് ആവർത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഏറ്റവും അരുമയോടെ ഇഷ്ടത്തോടു കൂടുന്ന ചില പദങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. നാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചവാഴ്വിനെയും ഈ പ്രപഞ്ചവാഴ്വിന് ആധാരമായിരിക്കുന്ന വസ്തുവിനെയും ഒക്കെ ഗുരു സംബോധന ചെയ്തത് അറിവ് എന്ന 3 അക്ഷരത്തിലൂടെയായിരുന്നു. അറിവ് എന്ന് പറയുന്ന ഒരു കൃതി തന്നെ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ PhD എടുത്താലും അത് ആദ്യമായിട്ട് ഒരാളുടെ കയ്യിൽ വായിക്കാൻ കൊടുത്താൽ നേരെ ചൊവ്വേ വായിക്കാൻ പറ്റില്ല, തെറ്റിക്കും. അപ്പം നമുക്ക് നന്നായി മലയാളം അറിയാം, നമുക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാം. അറിവ് എന്ന കൃതി ആദ്യമായിട്ടാണ് വായിക്കുന്നതെങ്കിൽ അപ്പം നമുക്കറിയാം നമുക്ക് എത്ര കണ്ട് മലയാളം അറിയാം എന്നുള്ളത്. അത്രയും പ്രത്യേകതയോട് കൂടിയിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പം അറിവ് എന്ന കൃതി എടുത്താലും ബ്രഹ്മവിദ്യാ പഞ്ചകം എടുത്താലും ജ്ഞാനദർശനം എടുത്താലും ആത്മോപദേശ ശതകം എടുത്താലും ദർശനമാല എടുത്താലും ഇതിലൊക്കെ ഗുരു ഊന്നൽ നൽകിയിരിക്കുന്ന ഈ ബോധത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് എന്തിനേറെ പറയുന്നു. ഈ ശാരദാംബയെക്കുറിച്ച് പോലും ഗുരു നിർവചിച്ച് വെച്ചത് ഒന്നായ മാമതി എന്നാണ്. ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടുന്നത്? ഒന്നായ മാമതി. ആരാണ് ഭഗവതി, ആരാണ് ജഗദംബിക, ആരാണ് ദേവി എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഒന്നായ. ഗുരുദേവ ദർശനത്തിൽ എവിടെയും കാണുന്ന ഒരു വാക്കാണ് ഒരു എന്ന വാക്ക്. അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ അദ്വൈതി എന്ന് വിളിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലാറ്റിനെയും സമന്വയിപ്പിക്കുന്ന പദമാണ് ഒരു. ആ ഒരു തന്നെയാണ് ജനനീ നവരത്ന മഞ്ജരിയിലേക്ക് വരുമ്പോഴും ഒന്നായ എന്ന് പറയുന്നത്, ഏകമായ എന്നർത്ഥം. ഏകമായ ആരാണ് ഭവതി എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഒന്നായ മാമതി. മാമല എന്നൊക്കെ കേട്ടിട്ടില്ലേ? മാമറ എന്ന് കേട്ടിട്ടില്ലേ? മാ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ, ഗ്രേറ്റ് എന്നുള്ള അർത്ഥമാണ്. വലിയ മല, വലിയ എന്താണ്? വേദം. നാൻമറയ്ക്കും മണിപ്പൂം വിളക്കേ, കേട്ടിട്ടില്ലേ അത്? നമോ നാദ ബിന്ദു ആത്മികേ നാശഹിനേ, നമോ നാരദാദീഡ്യ പാദാരവിന്ദേ, നമോ നാൻമറയ്ക്കും മണിപ്പൂം വിളക്കേ, നമോ നാൻമുഖാദി പ്രിയാംബ നമസ്തേ. അവിടെയുണ്ട് ഈ നാൻമറ, 4 മറകൾ, വേദങ്ങൾ. അതുപോലെയാണ് മാമതി, മഹാബോധം, വലിയ മതി. മതി എന്ന് പറഞ്ഞാൽ എനിക്ക് മതിട്ടോ എന്നർത്ഥമല്ല, അല്ലേ?
ഇവിടെ മതി ശബ്ദത്തിന് എന്താ അർത്ഥം? ബോധം എന്നാണ് അർത്ഥം, അറിവ് എന്നാണ് അർത്ഥം. എങ്ങനെയൊക്കെ നമ്മൾ പ്രപഞ്ചത്തെ അന്വേഷിച്ചു പോയാലും അവസാനം എത്തി നിൽക്കുന്ന നിഷേധിക്കാനാകാത്ത ഉണ്മ ഏതാണോ അതിനെയാണ് ബോധം എന്ന് പറയുന്നത്. ആ ബോധത്തെക്കുറിച്ചാണ് ഗുരു സംസാരിച്ചത്. ആ ബോധത്തിൻ്റെ വെളിവിനെ കുറിച്ചാണ് ഗുരു പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ഗുരു വിവേകവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി എന്ന് പറഞ്ഞത്. വിവേകത്തിൻ്റെ വൃത്തി, ബോധപ്രകാശം, ബോധസ്ഫുരണം എന്ന് പറയുന്നത് അത് 10,000 സൂര്യന്മാർ ഒന്നിച്ച് ജ്വലിച്ചുയരുന്നത് പോലെയാണ്. ഒരു കുഞ്ഞു സൂര്യനെ താങ്ങാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ? അപ്പോൾ 10,000 സൂര്യന്മാർ എന്ന് പറയുമ്പോൾ അത്രയും പ്രകാശത്തിൻ്റെ വീജികൾ, അത്രയും അല്പം പോലും ഇരുളിമയില്ലാത്ത, അല്പം പോലും അജ്ഞാനമില്ലാത്ത ഇടം എന്ന അർത്ഥത്തിലാണ് ഈ വിവേകവൃത്തിയെ ഗുരു സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗുരുദേവ ദർശനങ്ങളിൽ ഈ അറിവിന് കൊടുക്കുന്ന പ്രാധാന്യം, എല്ലാ ആരാധനയും എല്ലാ ഉപാസനയും എവിടെയാണ് കൊണ്ടെത്തിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് അറിവിലാണ്, നമ്മിലേക്ക് തന്നെയാണ്, ബോധത്തിലേക്കാണ് എന്നുള്ള വലിയൊരു ഉത്തരമാണ് ഗുരുദേവ കൃതികൾ നമുക്ക് സംഭാവന ചെയ്യുന്നത്. അതിനെ അറിയണമെങ്കിൽ ഒരു സാധകൻ എന്ന നിലയിൽ, ഒരു ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ കുറെ കൂടി പരിപക്വമാവേണ്ടതുണ്ട് എന്ന് മാത്രം. ഒരു സാധാരണ കേൾക്കുന്ന ഒരു പ്രഭാഷണം പോലെ, അല്ലെങ്കിൽ ഒരു സാധാരണ കേൾക്കുന്ന ഒരു ക്ലാസ് പോലെ അല്ല ഇത്തരം ക്ലാസ്സുകളുടെ സ്വഭാവം എന്ന് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. ഈ ശ്ലോകത്രയി എന്ന് പറയുന്ന ഈ ഒരു കൃതിയും 3 ശ്ലോകങ്ങളാണ് ഉള്ളത്. 3 ശ്ലോകം. ത്രയി 3 ശ്ലോകങ്ങൾ എന്നാണ് ആ വാക്കിൻ്റെയും അർത്ഥം. ഒരു പക്ഷേ ചില കൃതികളൊക്കെ ഒരു പക്ഷെ ഗുരുദേവൻ അതിൽ കൂടുതൽ പറഞ്ഞു കാണുമായിരിക്കും, അത്രയായിരിക്കും ലഭ്യമായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും അതിന് ആ പേര് കൊടുത്തതെന്ന് ചിന്തിച്ച് പോകാറുണ്ട്. കാരണം ഒരുപാടൊക്കെ മിസ്സായിട്ടുണ്ടാവും അല്ലേ? എത്ര കണ്ട് ശ്രദ്ധ ഉണർന്നിരിക്കുന്ന ശിഷ്യന്മാരുണ്ടോ അത്ര കണ്ട് ആ ഗുരുവിൻ്റെ ജ്ഞാനം നമുക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കാലാന്തരത്തിൽ അത് നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആവാം. എങ്കിലും ഈ പേരിന് എത്ര അർത്ഥമുള്ളൂ? 3 ശ്ലോകങ്ങൾ, ശ്ലോകത്രയി. എന്താണ് ആ 3 ശ്ലോകങ്ങൾ? ഇവിടെ പറയാണ്, അസ്തി ധർമ്മീത്യനുമിതിഃ കഥം ഭവതി വാഗപി അസന്നികൃഷ്ടത്വാദസ്മിൻ പ്രത്യക്ഷമനുമാനവത് ന വിദ്യതേസ്തി ധർമ്മീതി പ്രത്യക്ഷമനുമാനവത് മാനാഭാവാദസൗനേതി ബോധയേവാവശിഷ്യത്തെ അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം ധർമ്മധർമ്മിണോഃ അസൃഷ്ടസാഹചര്യാച്ച ധർമ്മിണ്യനുമിതി കുതഃ. അസ്തി ധർമ്മി ഇതി അനുമിതിഃ കഥം ഭവതി വാഗപി അസന്നികൃഷ്ടത്വാത് അസ്മിൻ പ്രത്യക്ഷം അനുമാനവത്. ഈ 3 ശ്ലോകത്തിൻ്റെയും ആശയം ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ആദ്യത്തെ ശ്ലോകം നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ 2ഉം 3ഉം ശ്ലോകങ്ങളെയും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്, ദർശനങ്ങൾ പഠിക്കുമ്പോൾ പ്രമാണശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ ഇതൊക്കെ ഏതിലാ വരിക? അപ്പം നമ്മൾ ഇത്തരം ആധ്യാത്മികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇനിയൊന്നുമില്ല, ഇനി ഡൈല്യൂട്ട് ചെയ്യാനില്ല, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പോൾ ദർശനങ്ങളിലൊക്കെ തന്നെ എന്താണ്, ഒരു വലിയ വിഭാഗമാണ് പ്രമാണശാസ്ത്രം എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ ഫിലോസഫി എന്ന് പറയുന്നത് വലിയൊരു ദാർശനിക മേഖലയാണ്. ആ ഫിലോസഫിയുടെ ഒരു ശാഖയാണ്. അതിന് ഇംഗ്ലീഷിൽ എപ്പിസ്റ്റമോളജി എന്നാണ് പറയുക. എപ്പിസ്റ്റമോളജി ഇല്ലാത്ത ഒരു ദർശനവും ഒരു ഫിലോസഫിയും ഇല്ല. ഈ എപ്പിസ്റ്റമോളജിയെ നമ്മൾ ഭാരതത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സംസ്കൃതീകരിക്കുമ്പോൾ പറയുന്ന വാക്കാണ് പ്രമാണശാസ്ത്രം എന്നുള്ളത്. കുറേ കാര്യങ്ങൾ ഇതിനോടനുബന്ധമായി നിങ്ങളോട് പറയാനുണ്ട്. അത് എത്ര കണ്ട് വിനിമയം ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് പറയാം, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് ഗ്രഹിക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ദർശനശാസ്ത്രങ്ങളിൽ ഒരു വിഭാഗമാണ് പ്രമാണശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് പ്രമാണം? അങ്ങനെ ഒരു ഘടകമുണ്ട്. ഗുരുദേവനും ഈ പ്രമാണ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു വലിയ വിഷയമായിട്ടാണ് ശ്ലോകത്രയിയെ കാണുന്നത്. പ്രമാണം ആവശ്യമുണ്ട്, പ്രമാണങ്ങൾ ആവശ്യമുണ്ട് ഒരു ദർശനത്തെ അറിയുന്നതിന് എന്നാണ് വെപ്പ്. അപ്പോൾ പ്രമാണത്തിൻ്റെ വേറൊരു ഭാഗമുണ്ട്. അതെന്താണ്? അതിനെയാണ് പ്രമേയം എന്ന് പറയും. പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിഷയമാണ്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ അറിയണമെങ്കിലും എന്താണ് ഈ അറിവ്, അറിവിൻ്റെ ഉത്ഭവം എവിടെയാണ്, അറിവിൻ്റെ രീതി എങ്ങനെയാണ്, അറിവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ സ്വാഭാവികമായി നടക്കുന്നത് അറിവാണ്. ഇതെങ്ങനെ, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുന്ന പഠന മേഖല എന്നർത്ഥം. ഇപ്പോൾ ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നു എന്ന് പറയില്ലേ? ത്രിപുടി എന്ന് കേട്ടില്ലേ? നല്ല രസമുള്ള വാക്കല്ലേ ത്രിപുടി? പക്ഷെ ആ വാക്കിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രമാണവും പ്രമേയവും ഒക്കെ നമുക്ക് അറിയേണ്ടുന്നതിൻ്റെ ആവശ്യകത വരുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ വിളക്ക് കാണുന്നു. ത്രിപുടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, പ്രമാണവും പ്രമേയവും എന്താണെന്ന് മനസ്സിലാവും. ഞാൻ വിളക്ക് കാണുന്നു. 3 വാക്കുണ്ടല്ലേ? ഏതൊക്കെയാണ് ആ വാക്ക്? ഒന്ന് ഞാൻ, മറ്റൊന്ന് എന്താണ്? വിളക്ക്, മറ്റൊന്നെന്താണ്? കാണുന്നു. അപ്പോൾ കാണുന്ന ഈ ഞാനിനെ, എന്തും കാണാൻ ഒരാൾ വേണമല്ലോ, അതാണ് ഞാൻ. ഈ ഞാനിനെ പറയുന്ന പേരാണ് പ്രമാത. എന്താണ് പേര്? പ്രമാത. പ്രമാത എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. ആത്മോപദേശ ശതകത്തിലേക്ക് വീണ്ടും പോവുക. അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. അത്ര ഓർക്കുക. അതാണ് പുമാൻ തന്നറിവ്. പുമാൻ എന്ന് പറയുന്നത് ഈ പ്രമാതാവിനെയാണ്. ഇപ്പൊ ഏതൊരു കാര്യം അറിയണമെങ്കിലും ആര് വേണം? അറിയുന്നവൻ വേണം, അല്ലേ? ശ്ലോകത്രയെ അറിയാനായിട്ട് നിങ്ങൾ ഇരിക്കണ കൊണ്ടാണ് ഈ വിഷയം ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് വിളക്കിനെ കാണുന്ന ഞാൻ, അതൊരു ഘടകം, അതിൻ്റെ പേരാണ് പ്രമാത. ഇനി എന്തിനെയാണ് കാണുന്നത് ഞാൻ? വിളക്കിനെ. അപ്പൊ വിളക്ക് എന്താണ്? ഒരു സബ്ജക്റ്റാണ്, വിഷയമാണ്, അല്ലേ? ഒരു വിഷയത്തെയാണ്, ഒരു വസ്തുവിനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിൻ്റെ പേരെന്തായി? പ്രമേയം. ഇനി എന്താണ് പിന്നെ പറയുന്ന വാക്കെന്താണ്? കാണുന്നു. കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയുന്നു എന്നൊരർത്ഥമുണ്ട്, അല്ലേ? ഞാൻ കണ്ണുകൊണ്ട് വിളക്ക് കാണുന്നു എന്ന് പറഞ്ഞാൽ ആ കാണുക എന്ന വാക്കിന് ഞാൻ അറിയുന്നു എന്നൊരർത്ഥമുണ്ട്. ഈ അറിയുന്നു എന്നതാണ് ഇവിടെ പറയുന്ന എന്ത്? പ്രമാണം. ഇപ്പൊ ഞാൻ എന്ന വശം പ്രമാതാവിൻ്റെയും വിളക്ക് എന്ന വശം പ്രമേയത്തിൻ്റെയും കാണുന്നു എന്ന വശം പ്രമാണത്തിൻ്റെയും പരിധിയിൽ വരുന്നതാണ്. ഏതൊരു ഘടകത്തെ, അറിവിൻ്റെ ഏത് ഭാഗങ്ങളെ എടുക്കുമ്പോഴും ഈ 3 പിരിവുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ 3 പിരിവുകളെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. എന്തിലും ഇതുണ്ട്, ഏതൊരു കാര്യത്തിലും ഈ
മൂന്നായി പിരിഞ്ഞുടനെ എന്നുള്ള സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രമാണം, പ്രമേയം, പ്രമാത. അപ്പൊ എല്ലാത്തിലും വരുന്ന ഒരു വാക്കാണ് എന്ത്? പ്രമ, അല്ലേ? പ്രമാണം, പ്രമാത, പ്രമേയം, ഇതിലൊക്കെ എന്തുണ്ട്? പ്രമ എന്നൊരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, അല്ലേ? പ്രമ എന്ന വാക്കിന്റെ അർത്ഥം സുനിശ്ചിതമായ അറിവ് എന്നാണ് അർത്ഥം. യഥാർത്ഥമായ ജ്ഞാനം. യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ അറിവുകൾ ഉണ്ടാകാം, പക്ഷെ ആ തെറ്റായ അറിവുകളിൽ നിന്ന് മാറ്റി സുനിശ്ചിതമായ യഥാർത്ഥമായിരിക്കുന്ന അറിവിനെയാണ് പ്രമ എന്ന് പറയുന്നത്. ഈ പ്രമയ്ക്ക് കരണമായിട്ടുള്ളതാണ് പ്രമാണങ്ങൾ. പ്രമാകരണം, പ്രമാണം എന്നാണ് പ്രമാണത്തെക്കുറിച്ച് പറയുക. പ്രമയെ അറിയുവാനുള്ള മാർഗമാണ് പ്രമാണം. യഥാർത്ഥമായ ജ്ഞാനത്തെ അറിയുന്നതിനുള്ള ഉപായങ്ങളാണ്, മാർഗങ്ങളാണ്, കരണങ്ങളാണ് പ്രമാണം. ഒരു അറിവിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടുക? അറിവിലേക്ക് എത്തിപ്പെടുന്നതിന് പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെയാണ് പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് എപ്പിസ്റ്റമോളജി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഓരോ ദർശനത്തിനും ആ ദർശനം അംഗീകരിച്ചിട്ടുള്ള അതത് പ്രമാണശാസ്ത്രമുണ്ട്. അപ്പൊ പിന്നെ എന്തിനെയൊക്കെയാണ് പ്രമാണങ്ങൾ എന്ന് പറയുക? എന്തിനെയൊക്കെയാണ് പ്രമാണം എന്ന് പറയുക? എഴുതി വെച്ചോളൂ. വേദാന്ത സാമ്പ്രദായികമായിരിക്കുന്ന വേദാന്ത ചർച്ചയിൽ 6 പ്രമാണങ്ങളെയാണ് ആചാര്യന്മാര് അംഗീകരിച്ചിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. പ്രമാണങ്ങൾ 8-10ഓളം പ്രമാണങ്ങളുണ്ട്. പക്ഷെ അതിൽ 6 എണ്ണമാണ് സാമ്പ്രദായികമായിരിക്കുന്ന അദ്വൈത വേദാന്തത്തിന് സ്വീകാര്യമായിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളത് പ്രമയിലേക്ക് എത്തിച്ചേരുവാനായിട്ട്. ആ 6 എണ്ണമാണ് ഏതൊക്കെ? പ്രത്യക്ഷം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? പ്രത്യക്ഷം. അതെന്താന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് പ്രത്യക്ഷം. രണ്ടാമത്തേതാണ് അനുമാനം. അനുമാനം. മൂന്നാമത്തേതാണ് ഉപമാനം. ഉപമാനം. നാലാമത്തേതാണ് ശബ്ദം. ശബ്ദം. അഞ്ചാമത്തേതാണ് അർത്ഥാപത്തി. അർത്ഥാപത്തി. ആറാമത്തേതാണ് അനുപലബ്ധി. അനുപലബ്ധി. നിങ്ങളിപ്പോൾ PG ക്ലാസ്സിലായിരിക്കണേന്ന് വിചാരിച്ചിരുന്നാൽ മതി. കോളേജിൽ MA-ക്ക് പോകാൻ പറ്റിയില്ലല്ലോ, ഇപ്പം ഈ വയസ്സാം കാലത്തെങ്കിലും ഒരു PG ക്ലാസ്സിലിരുന്നു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പ്രമാണങ്ങൾ 6 പ്രമാണങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ പ്രമാണം എന്ന് ചേർത്ത് പറയണം. പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, ഉപമാന പ്രമാണം, ശബ്ദപ്രമാണം, അർത്ഥാപത്തി പ്രമാണം, അനുപലബ്ധി പ്രമാണം. ഇതൊക്കെ പ്രമാണങ്ങളാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പ്രമാണം എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇനി ഇത് ഓരോന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് പ്രമ എന്നുള്ളത്. അപ്പൊ പ്രമയിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന കരണങ്ങളാണ് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ എങ്ങനെയാ ലോകത്തെ അറിയുന്നത്? ഏതൊരു കരണങ്ങളാ നമുക്കുള്ളത് ഈ പ്രപഞ്ചത്തെ അറിയാൻ? നമുക്കും കുറെ കരണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പൊന്നപ്പനന്ന് പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ, അല്ലേ? എന്താ പൊന്നപ്പൻ എന്താ തന്നത്? പൊന്നപ്പൻ 5 പൊറിവാതിലും ഇട്ട് തന്നു. പൊറിവാതിൽ എന്നാണ് പറഞ്ഞത്, അല്ലേ? പൊറിവാതിലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടങ്ങൾ. നമുക്ക് അറിയണ്ടേ ഈ ലോകത്തെ? എങ്ങനെയൊക്കെ അറിയാം? നീ തൊട്ടറിഞ്ഞോളൂ, മണത്തറിഞ്ഞോളൂ, രുചിച്ചറിഞ്ഞോളൂ, കേട്ടറിഞ്ഞോളൂ. ഇങ്ങനെ ഓരോ തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിവിനെ നമ്മൾ ആർജിക്കുന്നുണ്ട്, അല്ലേ? പുറമേ ഇരിക്കുന്ന വിഷയത്തെ
കണ്ടും കേട്ടും. കാണുക എന്ന് പറഞ്ഞാൽ അറിയുക. കണ്ണുകൊണ്ട് അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാണുക. മൂക്കുകൊണ്ട് അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മണക്കുക. നാവുകൊണ്ട് അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? രുചിക്കുക. ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ത്വക്കുകൊണ്ട് സ്പർശിക്കുക എന്ന് പറയുന്ന അനുഭവത്തെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തന്നെ എന്താണ്? അറിവാണ് അല്ലേ? നിങ്ങളിപ്പോൾ എന്നെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത്, കണ്ണുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ രൂപത്തെ അറിയുന്നുണ്ട്. മനസ്സിലായോ? എൻ്റെ ഈ ബാഹ്യമായിരിക്കുന്ന ഈ ഒരു ആകാരത്തെ കണ്ണുകൊണ്ട് അറിയുന്നുണ്ട്. ഇനി എന്നെ വന്നൊന്ന് തൊടുമ്പോഴോ നിങ്ങൾ ത്വക്കുകൊണ്ട് അറിയുന്നുണ്ട് അല്ലേ? എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴോ നിങ്ങൾ ചെവി കൊണ്ട് എന്നെ അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് അറിവിൻ്റെ ഉപാധികളുണ്ട്. അതിനെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ ബാഹ്യകരണങ്ങൾ എന്ന് പറയുന്നത്. കരണം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് എന്നർത്ഥം. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണ്ണ് എന്ന് പറയുന്ന ഈ കുഞ്ഞു ഗോളങ്ങളുണ്ടല്ലോ, ഈ കണ്ണുകൊണ്ട് മാത്രമേ എന്ത് സാധ്യമാകൂ? കാഴ്ച സാധ്യമാകൂ. അപ്പൊ കാഴ്ച സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? കണ്ണ് എന്ന ഇൻസ്ട്രുമെന്റ് വേണം. അവിടെ ചെവി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അല്ലേ? കാണണമെങ്കിൽ ചെവി ഉണർന്നിരുന്നത് കൊണ്ട് കാര്യമില്ല, നാവ് ഉണർന്നിരുന്നത് കൊണ്ട് കാര്യമില്ല അല്ലേ? കാണണമെങ്കിൽ കണ്ണ് തന്നെ വേണം. അപ്പോൾ ഒരു വസ്തുവിനെ അറിയുവാൻ ആ ഇന്ദ്രിയം മാത്രം പര്യാപ്തമായിരിക്കുന്നതിൻ്റെ പേരാണ് കരണം. അസാധാരണമായ കാരണം എന്നർത്ഥം. കാഴ്ചയെ അറിയണമെങ്കിൽ ഇരിക്കുന്ന ഒരു റയർ കോസിൻ്റെ പേരാണ് കരണം. ഇതാണ് ബാഹ്യകരണം എന്ന് നമ്മൾ പറയുന്നത്. ഈ ബാഹ്യകരണങ്ങളെ കൂടാതെ അന്തഃകരണമുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അന്തഃകരണം ഉണ്ട്. അന്തഃകരണം എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തിരിക്കുന്ന കരണമാണ് കണ്ണ്, ചെവി, മൂക്കൊക്കെ. അകത്തുണ്ട് ചില ഇൻസ്ട്രുമെന്റ്സ്. അവന്മാരില്ലെങ്കിലും നമ്മൾ ലോകത്തെ അറിയില്ല. അതാരാണ്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. പുറത്തിരുന്നതാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവിയൊക്കെ. അകത്തിരിക്കുന്ന അന്ധകരണങ്ങളുടെ പേരാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. കേട്ടിട്ടില്ലേ? ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ ചിത്തമല്ല, ഞാൻ അഹങ്കാരമല്ല എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ഒരു പദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ചിത്തം എന്ന വാക്കിന് സ്മൃതി എന്നർത്ഥം, ഓർമ്മ. അതും വേണം നമുക്ക്. ഓർക്കാതെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ആത്മോപദേശ ശതകത്തിലെ 32 ശ്ലോകം ഓർമ്മയുള്ളത് കൊണ്ടല്ലേ ചൊല്ലിയത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ ചൊല്ലാൻ പറ്റുമോ? അയ്യോ പഠിച്ചതായിരുന്നു മറന്നുപോയി പറയും അല്ലേ? ഇപ്പൊ സ്മൃതി നമ്മളുടെ അന്ധകരണത്തിൽ അവിഭാജ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ മനസ്സുണ്ടെങ്കിലാണ് നമ്മൾ കാണുള്ളൂ. നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടെങ്കിലാണ് നിങ്ങൾ ശ്ലോകത്രയി കേൾക്കുള്ളൂ. എൻ്റെ ശബ്ദം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നർത്ഥം. ഞാൻ എത്ര ഒച്ചത്തിൽ മൈക്രോഫോണിലൂടെ ഒച്ച വെച്ചാലും നിങ്ങൾ കേൾക്കില്ല, നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ. ഒന്ന് പോ സ്വാമിനി, ഞങ്ങൾ നല്ല ക്ലാസ്സൊക്കെ വരുമ്പോൾ കേട്ടോളാം എന്ന് പറയും അല്ലേ? പക്ഷെ അങ്ങനെയല്ല. പക്ഷെ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് കാണുള്ളൂ. അതുകൊണ്ടാണ് ശകുന്തള ദുർവാസാവ് വന്ന് മുന്നിൽ നിന്നപ്പോൾ കാണാതെ പോയത്. നല്ല മനോഹരമായ മാൻപേട പോലത്തെ കണ്ണുകൾ ഉണ്ടായിരുന്നു അവൾക്ക്, പക്ഷെ അവൾ കണ്ടില്ല. എന്തുകൊണ്ടാണ്? മനസ്സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, മനസ്സ് പ്രവർത്തിച്ചില്ല എന്നാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അറിയുന്നതിനെയാണ് ഈ ബാഹ്യകരണങ്ങൾ മാത്രമല്ല നമ്മളെ അറിവിന് സഹായിക്കുന്നത്, അന്തഃകരണങ്ങളും കൂടി വേണം. ഈ അന്തഃകരണങ്ങൾക്ക് ഓരോ ധർമ്മമുണ്ട് അല്ലേ? ഇപ്പൊ മൂക്കിന് മണക്കുക, കണ്ണിന് കാണുക എന്ന് പറഞ്ഞ പോലെ മനസ്സിന് ഒരു ധർമ്മമുണ്ട്, ഡ്യൂട്ടി ഉണ്ട്. എന്താ മനസ്സിന്റെ ഡ്യൂട്ടി? മനസ്സ് എന്ത് കണ്ടാലും സംശയിക്കും. സംശയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യരൂപേണ ചോദിച്ചുകൊണ്ടിരിക്കും. സംശയാത്മാ മന എന്നാണ് പറയുക. എന്ത് കണ്ടാലും ചോദിക്കും, ഇതെന്താ, 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 അതാരാ, എവിടെന്നാ, എപ്പോഴാ, എങ്ങനാ അല്ലേ?
നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കണം എന്താ? മനസ്സാണ് പങ്കുവയ്ക്കുന്നത് മുഴുവൻ. എവിടെന്നാ വരുന്നേ, നാടേതാ? അതാണ് ആ മനസ്സ് പോകുന്ന അവസ്ഥയാണ് നിർവൃതി എന്ന് ഗുരുദേവൻ പറഞ്ഞത്. കോ നാമ ദേശക്ക പ്രവൃത്തി കിയത് വയ. എന്തൊക്കെ ചോദിക്കുന്നു നമ്മൾ അല്ലേ? ആഗച്ഛ ഗച്ഛ മാഗച്ഛ പ്രവിശ കൊനുഗച്ഛസി. അപ്പോൾ ഇങ്ങനെയുള്ള വാദങ്ങള്, സംശയങ്ങള്, പ്രശ്നങ്ങള്, ഇതൊക്കെ ചോദിക്കുന്നവൻ്റെ പേരാണ് മനസ്സ്. അപ്പം മനസ്സാണ് എന്തും നമ്മളെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്, സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സംശയ രൂപത്തിലാണ്. മനസ്സിൻ്റെ എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. കാരണം എന്താണ്? ക്വസ്റ്റ്യൻ തേടുന്നത് എന്താണ്? ഉത്തരമാണ്. ആ ഉത്തരം നിശ്ചയിക്കാനുള്ള കഴിവ് മനസ്സിനില്ല. അതാരുടേതാണ്? ബുദ്ധിയുടേതാണ്. അതുകൊണ്ട് ബുദ്ധിയെ നമ്മൾ എന്തു പറയും? നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയും. ഇപ്പൊ സംശയാത്മികയാണ് മനസ്സ് എങ്കിൽ ചോദ്യം ചോദിക്കാനുള്ള എന്താണ് അവകാശമാണ് മനസ്സിൻ്റെതെങ്കിൽ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നവനാണ് ബുദ്ധി. അപ്പൊ ബുദ്ധി നമ്മളിൽ എന്താ ഉണ്ടാക്കുന്നത്? നിശ്ചയം. ഇന്ന് ശിവഗിരിക്ക് പോകണമോ എന്നാരാ ചോദിക്കുന്നത്? മനസ്സ്. ഞാൻ എന്തായാലും പോകും എന്നാരാ പറയണത്? ബുദ്ധി അല്ലേ? മനസ്സ് വന്നിട്ട് പറയും ഇന്ന് ശിവഗിരിക്ക് പോകണോ അതോ കല്യാണത്തിന് പോകണോ? ഇത് മനസ്സാ ചോദിക്കുക. നാട്ടിലുള്ള ഇടയ്ക്കൊക്കെ കിട്ടുന്ന കല്യാണം, പട്ടുസാരി കൊടുക്കാൻ ഇടയ്ക്ക് കിട്ടുന്ന ഒരവസരമാണ്. ഇവിടെയാണെങ്കിൽ മഞ്ഞയൊക്കെ ഇട്ട് വന്ന് വളരെ സ്റ്റുഡൻ്റായിട്ടൊക്കെ ഇരിക്കേണ്ടവർ ഇത് വേണോ അത് വേണോ, അത് വേണോ ഇത് വേണോ, ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ, ഇങ്ങനെ ഈ ഉഭയകോടി സ്പൃഹ ഉണ്ടല്ലോ. അത് വേണോ ഇത് വേണോ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ആ പായസം കുടിക്കണോ ഈ പായസം കുടിക്കണോ, ആ വെള്ളം കുടിക്കണോ ചായ കുടിക്കണോ അല്ലേ? എന്തെടുക്കുമ്പോഴും ഈ എന്തുണ്ട്? ഈ ഉഭയകോടികൾ, രണ്ട് ധ്രുവങ്ങൾ വന്നിട്ട് നമ്മളെ കുഴപ്പിക്കും. ആ കുഴപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം തരുന്ന ആളാണ്, നിശ്ചയം തരുന്ന ആളാണ് ബുദ്ധി. മനസ്സിലായോ? മനസ്സും ബുദ്ധിയും. ഇനി ചിത്തം എന്താ ചെയ്യുക? ചിത്തത്തിൻ്റെ ധർമ്മം സ്മരണയാണ്, ഓർമ്മ. അപ്പം നിങ്ങൾ എന്നെ ഒരിടത്ത് വെച്ച്, ഇവിടെ ഒന്നുമല്ല ശിവഗിരിയിൽ വെച്ച് ഒരിക്കലും എപ്പോഴോ കണ്ടിട്ടുണ്ട്, അവ്യക്തമായിട്ട് എന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പാലക്കാട് വെച്ചിട്ട് നിങ്ങൾ എന്നെ കാണുകയാണ്. അപ്പോൾ മനസ്സ് പെട്ടെന്ന് പറയാം അത് നിത്യസ്വാമിനിയാണോ? ആണ് എന്നല്ലല്ലോ പറയാ, നിത്യസ്വാമിനിയാണോ? അപ്പോൾ ബുദ്ധി പറയും അത്രയും തടി വേറെ ആർക്കും ഇല്ല, അത് നിത്യസ്വാമിനി തന്നെയാണ്. ബുദ്ധി എന്ത് പറയും? ഇത് ഉറപ്പിച്ചു പറയും, അത് തന്നെയാണ്, കാവ്യാണ്, അതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധി അതിന് ഉറപ്പിക്കും. ഈ ബുദ്ധി ഉറപ്പിക്കുന്നതിന് മുൻപ്, മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് പോയി തിരയണ സ്ഥലമാണ് ഏത്? സ്മൃതി, ഓർമ്മ, ചിത്തം. അന്ന് കണ്ടത് അതന്നെ അവിടെ വെച്ച് പരിഷത്തിന് വെച്ച് അന്ന് കണ്ടപ്പോൾ ശരിയാ ശ്ലോകത്രയം എടുത്തത് എന്നൊക്കെ ഇങ്ങനെ പോയി റീകളക്ട് ചെയ്യുമല്ലോ. ആ ധർമ്മമാണ് ആര് ചെയ്യുന്നത്? ചിത്തം. ഇനി അഹങ്കാരം എന്താ ചെയ്യുക? അഹങ്കാരം പെരുമാറുന്നത് പ്രിയ അപ്രിയ രൂപത്തിലാണ്. എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഓടി വന്ന് നിങ്ങൾ മിണ്ടു, സ്വാമിനി പറയും. ഇഷ്ടമില്ലെങ്കിലോ കാണാത്ത മട്ടില്ല അപ്പുറത്തെ കൂടെ പോവും. അങ്ങനെയുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളവരോടല്ലേ നമ്മൾ മിണ്ടാൻ ഇഷ്ടപ്പെടുക. ഇഷ്ടമില്ലെങ്കിൽ അയ്യോ കണ്ടില്ല എന്ന് തോന്നുന്നു, കാണാത്ത പോലെ പോവാം എന്ന് പറയും. ഇതാരാ തീരുമാനിക്കണേ അറിയോ? ഇത് അഹങ്കാരത്തിൻ്റെ പണിയാണ്. അഹങ്കാരം എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതിന് എടുക്കുകയും ഇഷ്ടമില്ലാത്തത് വേണ്ടാന്ന് പറയുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും എന്നോട് അവിടെ നിന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ അഹങ്കാരം പറഞ്ഞു വേണ്ട, ഇതാ കുറച്ചുകൂടെ സേഫ്, നീ ഇവിടെ ഇരുന്നോ നിത്യേ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സുഖമായിട്ടിരിക്കുക, എൻ്റെ കാല് വേദനിക്കില്ല, എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇവർ അനുവദിക്കപ്പെട്ട സമയം എനിക്ക് പറയാൻ പറ്റും. ഇതാരാ തീരുമാനിക്കുന്നത്? അഹങ്കാരമാണ്. അപ്പം അഹങ്കാരം എന്ത് തീരുമാനിക്കും? ഈ പ്രിയാപ്രിയ രൂപത്തിൽ ഇങ്ങനെ തീരുമാനിക്കും ഏതാണ് വേണ്ടത്, എനിക്കിഷ്ടമുള്ളത്, ഏറ്റവും അനുകൂലമായത് അല്ലേ? ഇപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളിരിക്കുന്ന സീറ്റ് പോലും നിങ്ങളുടെ അഹങ്കാരം പറയണതാ, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇനി അവിടെ നിന്ന് മാറ്റി നോക്കൂ. ഇപ്പം അസംഗാനത്ത് സ്വാമി പറയണേ ഇനി എല്ലാവരും ഒന്ന് മാറിയിരുന്നേ, അയ്യോ പറയും അല്ലേ? നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിരിക്കാൻ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് അല്ലേ? ആ കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് നമ്മൾ സീറ്റ് പോലും തിരഞ്ഞെടുക്കുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ പണിയാണ്. അപ്പം അഹങ്കാരം ഇഷ്ടമുള്ളതിൻ്റെ പുറകെ പോവുകയും ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് ഇത്രയും
കാര്യങ്ങളാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്ന അതിവിസ്തൃതമായിരിക്കുന്ന ആ മേഖലയെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരൻ കനിഞ്ഞരുളിയ ഉപകരണങ്ങൾ. ആ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ശ്രീനാരായണ ദർശനം പഠിക്കുന്നതും ഫിസിക്സ് പഠിക്കുന്നതും ബയോളജി പഠിക്കുന്നതുമെല്ലാം. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന അറിവിലേക്ക് എത്തിച്ചേരുവാൻ ഈ പ്രമാണങ്ങൾ കൂടിയേ കഴിയൂ എന്നാണ്. അപ്പോൾ ഭാരതത്തിൽ ഈ അദ്വൈത വേദാന്തം എന്ന ഒറ്റ ദർശനം മാത്രമല്ല കേട്ടോ ഉള്ളത്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഭാരതം വിവിധ ദർശനങ്ങളുടെ കേദാരമാണ്. ഒരുപാട് ദാർശനികന്മാർ, ഒരുപാട് ദർശനങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. നിങ്ങൾ കേട്ട് കാണും, സാഖ്യം എന്നു പേരുള്ള ദർശനമുണ്ട്. കപില മഹർഷിയുടെ സാഖ്യദർശനമുണ്ട്, പതഞ്ജലി മഹർഷിയുടെ യോഗദർശനമുണ്ട്, ഗൗതമ മഹർഷിയുടെ ന്യായദർശനമുണ്ട്, കണാദ മഹർഷിയുടെ വൈശേഷിക ദർശനമുണ്ട്, ജൈമിനിയുടെ പൂർവമീമാംസാ ദർശനമുണ്ട്, ബാദരായണൻ്റെ ഉത്തരമീമാംസാ ദർശനമുണ്ട്, പിന്നെ എന്താണ്, ബൃഹസ്പതിയുടെ ചാർവാക ദർശനമുണ്ട്, വർദ്ധമാന മഹാവീരൻ്റെ ജൈന ദർശനമുണ്ട്, ശ്രീബുദ്ധൻ്റെ ബുദ്ധ ദർശനമുണ്ട്. ഇത്രയും ദർശനങ്ങൾ, അതല്ലാത്തതുമായ നിരവധി ദർശനങ്ങളുണ്ട്. പക്ഷെ ഭാരതത്തിൽ സ്വതന്ത്രമായി ഒരു ഐഡൻറ്റിറ്റിയോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഈ ദർശനങ്ങൾക്കൊക്കെ തന്നെയും അവർ പറയുന്ന അവരുടെ പ്രതിപാദന രീതിയെക്കുറിച്ച് പഠിക്കുന്ന, അറിവിൻ്റെ രീതിയെക്കുറിച്ച് പഠിക്കുന്ന പ്രമാണശാസ്ത്രങ്ങളുമുണ്ട്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇപ്പം സാഖ്യദർശനത്തിൽ കപില മഹർഷി മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ കൈവല്യം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്താ കൈവല്യം എന്ന് ചോദിക്കുമ്പോൾ കപില മഹർഷി പറയാണ്, പ്രകൃതി പുരുഷ വിവേക ജ്ഞാനമാണ് കൈവല്യം. പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ചറിയുന്ന ജ്ഞാനമാണ് കൈവല്യം എന്ന് പറഞ്ഞു. ഈ കൈവല്യത്തിലേക്ക് എത്തിച്ചേരണത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കൈവല്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരും ഈ പ്രമാണങ്ങളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രമേയ സിദ്ധി പ്രമാണാദ്ധി എന്നാണ് കപില മഹർഷി പറയുന്നത്. പ്രമേയം, വിഷയത്തിൻ്റെ സിദ്ധി, വിഷയം അറിയണമെങ്കിൽ പ്രമാണങ്ങളിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവിടെ എടുത്തു പറയാണ് സാഖ്യകാരികയിൽ. അപ്പോൾ ഓരോ ദർശനത്തിനും ഓരോ പ്രമാണമുണ്ട്. അപ്പം ഇവിടെയും ഗുരു പറയാണ്, അസ്ഥിധർമ്മീത്യനുമിതി കഥം ഭവതി വാഗപി. ഈ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അറിയുന്നതെല്ലാം തന്നെ എന്തിനെയാണ്? ധർമ്മത്തെയാണ്, അല്ലേ? ധർമ്മത്തെയാണ് അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മളൊരു പൂവെടുത്താലും, ഒരു നല്ല പേരക്കാപ്പഴം എന്ന് വെച്ചോളൂ, വീട്ടിലെ പറമ്പിലുണ്ടായ നല്ലൊരു പേരക്കാപ്പഴം, നല്ല കൊച്ചു പേരക്ക, നല്ല മണമുള്ള രുചിയുള്ള പേരയ്ക്ക, അല്ലേ? ആ പേരയ്ക്കയ്ക്ക് ഇങ്ങനെ പഴുത്ത് വന്നപ്പോൾ അതിനൊരു നല്ല നിറമുണ്ട്, അല്ലേ? നല്ലൊരു ഇളം മഞ്ഞ നിറമുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആ മഞ്ഞ നിറമാണോ പേരയ്ക്ക? നിങ്ങളെന്തു പറയും? അല്ല. അപ്പം ഞാൻ പറയാണ്, എന്തൊരു ഊഷ്മളമായ ഗന്ധമാണ് ഇതിന്. ഇപ്പം നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഹൈബ്രിഡ് പേരയ്ക്കൊന്നും ഗന്ധമില്ല. പക്ഷെ നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന പേരയ്ക്കൊക്കെ ഒരു നറുമണമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ നറുമണമാണോ പേരയ്ക്ക? അല്ല. ആ പേരയ്ക്കയെ നമ്മൾ രുചിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രുചിയുടെ രീതിയാണോ പേരയ്ക്ക? അല്ല. അപ്പോൾ ആ നിറമല്ല, ഗുണമല്ല, അതിൻ്റെ രുചിയല്ല, അല്ലേ? ഇനി അതിനെ തൊടുമ്പോൾ നല്ലൊരു മൃദുലതയുണ്ട്, നല്ല മാർദ്ദവമുണ്ട്. ആ മൃദുലമായിരിക്കുന്ന ആ സ്പർശം, ആ മൃദുലതയാണോ പേരയ്ക്ക? അല്ല. പിന്നെ എന്താ പേരയ്ക്ക? പിന്നെന്താ പേരയ്ക്ക, അല്ലേ? പേരയ്ക്കയുടെ നിറമല്ല, പേരയ്ക്കയുടെ മണമല്ല, പേരയ്ക്കയുടെ രുചി ഒന്നുമല്ല പേരയ്ക്ക, അല്ലേ? ഇത് ബൃഹദാരണ്യകോപനിഷത്തിൽ ഒരു രഥം എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഋഷി ചോദിക്കുന്നത്. ഓരോന്ന് എടുത്ത് ചോദിച്ചിട്ട്, ഈ രഥത്തിൻ്റെ ചക്രമാണോ രഥം? അല്ല, ചക്രമല്ല രഥം. ആരക്കാലാണോ രഥം? അല്ല, ആരക്കാലല്ല രഥം. ഇനി ഈ സാരഥി ഇരിക്കുന്ന സീറ്റാണോ രഥം? സാരഥി ഇരിക്കുന്ന സീറ്റല്ല രഥം. അപ്പോൾ നമ്മൾ അറിയുന്നതെല്ലാം തന്നെ എന്താണ്? ധർമ്മങ്ങളാണ്.
അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ധർമ്മങ്ങൾക്ക് ഇരിപ്പിടമായ ധർമ്മിയെ നമുക്കറിയാൻ കഴിയില്ല. ഈ കൈയാണോ നിത്യസ്വാമിനി? ഏയ്, കൈയല്ല നിത്യസ്വാമിനി. ഈ മൂക്കാണോ നിത്യ? ചോദിക്കാം, മൂക്കല്ല. ചുണ്ടാണോ നിത്യ? ചുണ്ടല്ല. പിന്നെ എന്താ നിത്യ? അത് അങ്ങനെ അറിയാൻ പാടില്ല, എന്തൊക്കെയോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറയും അല്ലേ. അതുപോലെ ഓരോ അംഗങ്ങളെയും അംഗോപാംഗങ്ങളെയും എടുത്തിട്ട് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ നെതി നെതി എന്നുള്ള രീതിയിൽ നമ്മളത് ഇതല്ല 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 എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, അറിവത് ധർമ്മിയല്ല ധർമ്മമാം. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. ധർമ്മി അദൃശ്യല്ലേ. അപ്പോൾ ധർമ്മി ധർമ്മങ്ങളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ധർമ്മി ഇങ്ങനെ അദൃശ്യനായിട്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ആത്മാവ് ഈ ശരീരത്തെയും പഞ്ചേന്ദ്രിയങ്ങളെയും അന്ധക്കരണങ്ങളെയും ഒക്കെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ആത്മാവ് ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. അതിനെ തേടിയാണ് നമ്മളിങ്ങനെ ഓരോ പരിഷത്തിലും വരുന്നത്. ഈ മറഞ്ഞിരിക്കുന്ന ആത്മാവെ ഒന്ന് പുറത്തു വരൂ. തെളിഞ്ഞും മറഞ്ഞും തുളുമ്പും പ്രപഞ്ചം അല്ലേ. കളിനാടകത്തിൽ ശാരദാംബയുടെ സ്വരൂപത്തെ പറയുമ്പോൾ പറയും, ചിലരിൽ അത് തെളിഞ്ഞിരിക്കുന്നു, ചിലരിൽ അത് മറഞ്ഞിരിക്കുന്നു. ചിലരുടേത് ശരിയായിട്ട് തെളിഞ്ഞിരിക്കും. ആരിലാ തെളിഞ്ഞിരിക്കുന്നത്? ജ്ഞാനികളിൽ അമ്മ തെളിഞ്ഞിരിക്കുന്നു. ആരെല്ലാം മറഞ്ഞിരിക്കുന്നത്? അജ്ഞാനിക്ക് അമ്മ മറഞ്ഞിരിക്കുന്നു, തെളിഞ്ഞും മറഞ്ഞും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. അതുപോലെയാണ് ഈ ജ്ഞാനപ്രകാശത്തിൻ്റെ തെളിമയിൽ ഈ ധർമ്മങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ, ധർമ്മിയെ നാം കാണുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെയാണ്, പ്രപഞ്ചധർമ്മങ്ങളെ നാം കാണുന്നുണ്ട്. ഭൂമിയെ അറിയുന്നു, ജലത്തെ അറിയുന്നു, അഗ്നിയെ അറിയുന്നു, വായുവിനെ അറിയുന്നു, ആകാശത്തെ അറിയുന്നു. പക്ഷെ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ നാം അറിയുന്നുമില്ല. അതാണ് ധർമ്മി. മറ്റുള്ളതെല്ലാം എന്താണ്? ധർമ്മമാണ്. അപ്പോൾ ആധാരമായിരിക്കുന്ന ആ ധർമ്മിയിലേക്ക് എത്താൻ പ്രമാണങ്ങൾ പോലും സഹായിക്കില്ല എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. അയ്യോ, അപ്പൊ പിന്നെ എന്തിനാ ഇത് പഠിക്കുന്നത്? എന്തായാലും എവിടെയെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ? ആത്മബോധത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ഒരു ഉപമ പറയുന്നുണ്ട്. ചുടലക്കൊള്ളിയുടെ ഒരു കഥയല്ല, ഒരു ഉപമ. ഈ ചുടലക്കൊള്ളി ഈ ഇത് കത്തിക്കുന്ന സമയത്ത് എല്ലാറ്റിനെയും കത്തിച്ചുകൊണ്ട് എല്ലാ വിറകിനും തീ കൊളുത്തിക്കൊണ്ടിട്ട് ഈ ചുടലക്കൊള്ളി കൊളുത്തിയവൻ കയ്യിൽ പിടിക്കില്ല. എന്ത് ചെയ്യും? ചുടലക്കൊള്ളി അവസാനം അതിലേക്ക് ഇടും. ഇതുപോലെയാണ് എല്ലാറ്റിനെയും അറിയുന്ന അറിവിനെയും ഉപേക്ഷിക്കുന്ന ഒരു പ്രക്രിയ. ആ അറിവിനെ എന്തുകൊണ്ടാണോ അറിഞ്ഞത് ആ അറിവും കൂടി തിരോധാനം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ടാണ് ഒരു മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്തിട്ട് ആ മുള്ള് നമ്മൾ പിന്നെ കൈ പിടിച്ചുകൊണ്ട് നടക്കാറില്ല അല്ലേ. നമ്മുടെ കാലിൽ ഒരു മുള്ള് കയറി, ആ മുള്ളിനെ വേറൊരു മുള്ള് കൊണ്ട് നമ്മൾ എടുത്തു. അയ്യോ, എൻ്റെ കാലിൽ കയറിയ മുള്ളിനെ എടുക്കാൻ സഹായിച്ച മുള്ളാണല്ലോ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ എൻ്റെ ചെവിയിൽ വെച്ചോളാന്ന് നമ്മൾ പറയുമോ? ഇല്ല അല്ലേ. ആ മുള്ളുകൊണ്ടെടുത്ത മുള്ളിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അവിടെ തന്നെ കളയും അല്ലേ. അത് സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു തോണിയിൽ കയറി നമ്മൾ അക്കരയ്ക്ക് എത്തി. അയ്യോ, ഈ തോണിയാണല്ലോ എന്നെ അക്കരയ്ക്ക് എത്തിച്ചത്, ഈ തോണി ഞാൻ തലേന്ന് താഴെ വെക്കില്ല എന്നും പറഞ്ഞ് തോണി ആരെങ്കിലും എടുത്ത് തലേ വെക്കുമോ? ഇല്ല. അത് അക്കരെ എത്താൻ സഹായിച്ചു. അക്കരെ എത്തിക്കഴിയുമ്പോൾ അതും കളഞ്ഞു. ഇത്തരത്തിലുള്ള അറിവിൻ്റെ ഒരു പ്രതിപാദന രീതിയെ കുറിച്ചിട്ടാണ് ഗുരു പറയുന്നത്. എല്ലാറ്റിനെയും ത്യജിച്ച് പോകുമ്പോൾ തികഞ്ഞ ബോധം മാത്രം അവശേഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പ്രമാണങ്ങളൊന്നും തന്നെ ഈ ധർമ്മിയെ അറിയാൻ സഹായിക്കുന്നില്ല എങ്കിലും പ്രമാണങ്ങളിലൂടെ നമ്മുടെ ചിന്താധാരയ്ക്ക്, നമ്മുടെ വിചാരത്തിന് സുഘടിതമായിരിക്കുന്ന ഒരു അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നർത്ഥം. അവിടെയാണ് ഒന്നാമത്തെ പ്രമാണമായിട്ട് പ്രത്യക്ഷം വരുന്നത്. എന്താ പ്രത്യക്ഷം പ്രമാണം എന്ന് പറഞ്ഞാൽ? പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ നേരിട്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ജ്ഞാനം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയവുമായി സമ്പർക്കം വന്ന് അതിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനം, അതിനെയാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത്.
അപ്പോൾ ഞാനിവിടെ എൻ്റെ കണ്ണുണ്ട്, കണ്ണുകൊണ്ട് നേരിട്ട് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. എനിക്ക് വേറൊരു സഹായത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഓൺലൈൻ മോഡല്ല, ഓഫ്ലൈൻ മോഡായതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിന് നേരിട്ട് തന്നെ നിങ്ങളെ കാണാം, അല്ലേ? മൊബൈലിലൂടെ കാണുന്ന പോലെയല്ല. അങ്ങനെ ഇന്ദ്രിയം വിഷയവുമായിട്ട് നേരിട്ടുള്ള ബന്ധത്തിലൂടെ രൂപപ്പെടുന്ന അറിവിനെയാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത്. നേരിട്ടുള്ള അറിവ്. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, ഇതൊക്കെ നേരിട്ടാ. ഇപ്പം എൻ്റെ അടുത്തേക്ക് ആ പിച്ചിപ്പൂ കൊണ്ടുവച്ചാൽ എനിക്കൊരു മണം കിട്ടും. എനിക്ക് നേരിട്ട് തന്നെ ഇന്ദ്രിയം വിഷയങ്ങളോട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ആ അറിവിനെ, ആ പിച്ചിപ്പൂവിൻ്റെ നറുമണം എന്താണ് എന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഇതൊക്കെ പ്രത്യക്ഷ പ്രമാണത്തിൽ വരുന്നതാണ്. ആധുനിക ശാസ്ത്രം, നമ്മൾ പറയുന്ന മോഡേൺ സയൻസ് നിലനിൽക്കുന്നത് തന്നെ ഈ പ്രത്യക്ഷ പ്രമാണത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടാണ്. അവർ പറയും അവർക്ക് എന്ത് വേണം? നേരിട്ട് കണ്ട് അനുഭവിച്ചാലേ അവർ വിശ്വസിക്കൂ. ഈ പ്രത്യക്ഷ പ്രമാണത്തെയാണ് ചാർവാകന്മാർ, ഈ ഒരു പ്രമാണത്തെ മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? അതിനപ്പുറത്തൊന്നും അവർക്ക് വിഷയമല്ല. അതുകൊണ്ടാണ്. ഭസ്മീകൃതസ്യ ദേഹസ്യ പുനരാഗമനം കിം, ചത്തുപോകുന്ന ഈ ശരീരം എങ്ങനെ തിരിച്ചു വരാനാണ് എന്ന് ചോദിക്കുന്നവരാണ് ചാർവാകന്മാർ. നമ്മളെപ്പോലെ പരേതാത്മാവിലേഖണേന്നൊന്നും അവർ പ്രാർത്ഥിക്കില്ല. എന്ത് പരേതാത്മാവ്? ആത്മാവിലുണ്ടെങ്കിലല്ലേ പ്രാർത്ഥനയുടെ ആവശ്യമുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന അവർക്ക് ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉദ്ദേശം പരമാത്മാവിനെ അറിയുക എന്നുള്ളതാണ്. കാരണം ആപ്തനായിരിക്കുന്ന നാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നു, യഥാർത്ഥ വക്താവായിരിക്കുന്ന നാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നു, ഇതെല്ലാം നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത. അപ്പൊ നമ്മൾ ആ അറിവായ നാമിനെ ഗുരുദേവനാകുന്ന ആപ്തപുരുഷനിൽ നിന്ന് കേട്ട ഒരു പ്രമാണം മാത്രമാണ് നമുക്കുള്ളത്. പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം അംഗീകരിക്കുന്നവർക്ക് ഇതൊന്നും സ്വീകരിക്കാനായിട്ട് പറ്റില്ല. ആത്മാവിനെ കാണിച്ചു തരൂ എന്ന് അവർ പറയും. അവർ പറയും ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചതാ. ചോദിക്കില്ലേ, ദൈവം ഉണ്ടെങ്കിൽ കാണിച്ചതാ. ദൈവം എന്താണ് 100 കോടി ജനതയുടെ ദാരിദ്ര്യം മാറ്റാത്തത്? ചോദിക്കണത് കേട്ടിട്ടില്ലേ? അതെന്താ അങ്ങനെ മാറ്റാത്തത്? അതെന്താ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ അയ്യപ്പസ്വാമി ആക്സിഡൻറ്റ് വരുത്തിയത്? ഇതൊക്കെയാണ് മെറ്റീരിയലിസ്റ്റുകളായിരിക്കുന്ന ആളുകളുടെ ചോദ്യങ്ങൾ, അല്ലേ? ഓരോ ചോദ്യങ്ങളുണ്ട്. കാരണം എന്താണ്? പ്രത്യക്ഷ പ്രമാണത്തിന് അപ്പുറത്തുള്ള ഒന്നും തന്നെ അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷ പ്രമാണം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രമാണമാണ്. ഇനി രണ്ടാമത്തെ പ്രമാണം എന്താണ്? അനുമാന പ്രമാണം. എന്താ അനുമാന പ്രമാണം? അനുമാന പ്രമാണം എന്ന് പറഞ്ഞാൽ അനുമിച്ചറിയുന്നതാണ് അനുമാന പ്രമാണം. അനുമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഊഹിക്കുക. വെറുതെ ഊഹിക്കുന്നത് അനുമാനാവില്ല, അല്ലേ? നമുക്ക് എന്ത് ഊഹിക്കാം. അങ്ങനെയുള്ളവരെ നമ്മൾ സംശയരോഗി എന്നാ പറയാ, അല്ലേ? എന്ത് കണ്ടാലും ഊഹിക്കും എന്ന് പറയും. ഊഹം വളരെ നല്ലൊരു ചിന്താധാരയായിട്ടാണ് ഭാരതീയ ദർശനം പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഭർത്താവ് വരെ 5 മിനിറ്റ് വൈകുമ്പോൾ ഉള്ള ഊഹിക്കലല്ല ഇവിടെ പറയുന്ന ഊഹം. എവിടെ പോയി കുറച്ച് സമയം, അധിക സമയം മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ ഒരു ഊഹമുണ്ട്, അല്ലേ? ഭൂമി കുലുങ്ങിയാലും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കില്ല. പക്ഷെ ഭർത്താവ് കുറേ സമയം മൊബൈലിൽ നോക്കിയിരിക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഊഹിക്കും, നമ്മൾ നോക്കും. ഈ ഒരു ഊഹമുണ്ട്. ഈ ഊഹമല്ല എന്ത് ഊഹം? ഇവിടെ പറയുന്ന അനുമിക്കല്. കൃത്യമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായിരിക്കുന്ന മുൻപുണ്ടായിരിക്കുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തക്കതായിരിക്കുന്ന കാരണം കാണുമ്പോൾ തക്കതായിരിക്കുന്ന യുക്തിയിലൂടെ ഊഹിച്ചെടുക്കുന്ന പ്രമാണത്തെയാണ് അനുമാന പ്രമാണം എന്ന് പറയുന്നത്. ഇത് ആത്മാവിനെ അറിയുവാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഒരു പരിധി വരെ. ഇതൊന്നും കൊണ്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ശ്ലോകാർത്ഥം. അപ്പോൾ അനുമിക്കുന്നത് എപ്പോഴാണ്? പ്രത്യക്ഷ പ്രമാണം നടക്കാതെ വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും? അനുമിക്കും. അതിൽ ഈ ശാസ്ത്രങ്ങൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ശാസ്ത്രങ്ങൾ പറയുന്ന ഉദാഹരണം, നിങ്ങളിങ്ങനെ നടക്കാനായിട്ട് പോകുമ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ശിവഗിരി കുന്നിന്ന് കുറച്ച് പുക എങ്ങനെ ഉയരണ കാണും. അപ്പോൾ തന്നെ ഒരാൾ പറയും, അയ്യോ എന്താ നമ്മൾ പറയുക?
അവിടെ എന്ത് പിടിച്ചു എന്നാ പറയുക? കത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ, തീ പിടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാ നമ്മൾ പറയുക? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്? തീ നമ്മൾ കണ്ടില്ലല്ലോ, പുക മാത്രമല്ലേ കണ്ടുള്ളൂ. എന്നിട്ട് പിന്നെ എങ്ങനെയാ നമ്മൾ അവിടെ കുന്നിൽ തീ പിടിച്ചു എന്ന് പറയുക? തീ ഉണ്ടെങ്കിൽ പുകയുള്ളൂ. ഇതിനെയാണ് സാഹചര്യ നിയമം എന്ന് ശാസ്ത്രം പറയുന്നത്. അതായത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇപ്പോഴുള്ള കുട്ടികളൊന്നും കണ്ടിട്ടില്ല, ഗ്യാസ് കുറ്റിയിലൊന്നും പുകയില്ല. പണ്ട് നമ്മൾ വിറകടുപ്പ് ഉപയോഗിക്കണവരൊക്കെ കണ്ടിട്ടുണ്ട്, കുറെ ഊതണം തീ വരണമെങ്കിൽ. അപ്പൊ ഈ പുകയുടെയും തീയുടെയും നിത്യസംബന്ധം നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? അടുക്കളയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്ത്? പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്. എത്ര എത്ര ധൂമഹ തത്ര തത്ര അഗ്നിഹി എന്നുള്ള നിശ്ചയം പ്രത്യക്ഷ പ്രമാണത്തിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? അത് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ ഉണ്ടായതാ, നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടുണ്ടായതാണ്. പിന്നീട് നമ്മൾ ഒരിടത്ത് കാണുമ്പോൾ പുക മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും ഈ മുമ്പ് കണ്ട അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് എന്ത് തീരുമാനിക്കാൻ കഴിയും? പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്. അവരങ്ങനെ നിത്യസംബന്ധമായിരിക്കുന്ന രണ്ട് ചങ്ങാതിമാരാണ്. നിങ്ങൾ നല്ല ചങ്കുകളാണെന്ന് വിചാരിക്കുക, രണ്ടുപേര് വലിയ കൂട്ടാണ്. അപ്പോൾ ഒരമ്മയെ കാണുമ്പോൾ നമുക്ക് പറയാം, പുകയുണ്ടല്ലോ, അഗ്നി എവിടെ എന്ന് ചോദിക്കും. നമ്മുടെ കോളേജിലൊക്കെ അങ്ങനെ ചോദിക്കും. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഈ ദർശനങ്ങളൊക്കെ പഠിപ്പിക്കണ എൻ്റെ കൂടെയുള്ള ടീച്ചറെ കാണുമ്പോൾ ചോദിക്കും, അഗ്നി എവിടെ? പുക കണ്ടു, അഗ്നി എവിടെ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അഗ്നി കണ്ടു, പുക എവിടെയെന്ന് ചോദിക്കുക. ഈ നിത്യസംബന്ധം നമ്മളിങ്ങനെ ഒന്നിനെ കാണുമ്പോൾ മറ്റേയാൾ ഇതിൻ്റെ ഇവിടെ ചുറ്റിപ്പറ്റി ഉണ്ടാവും എന്ന് നമുക്കറിയാം. കാരണം ഇവരെ രണ്ടുപേരെയേ എപ്പോഴും കാണാറുള്ളൂ. അപ്പോൾ ഒരാൾ മാത്രം കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾക്ക് നിശ്ചയിക്കാൻ പറ്റും മറ്റേ ആളും ഇവിടെ വന്നിട്ടുണ്ട്, ഇയാൾ തന്നെ വരില്ല, അത്ര വലിയ പരിശുദ്ധാന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്ക് വരില്ല, ഇയാൾ എന്തേ വരുള്ളൂ, ഈ കൂട്ടുകാരി ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾ വരുള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് പോലെ ഈ പുക കണ്ടിട്ട് അഗ്നിയുണ്ട് എന്നുള്ള നിഗമനത്തിലെത്തുന്നു. അത് വെറുതെ നിഗമിക്കുകയല്ല, ഇതിന് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ, കുറേ പ്രസ്താവനകൾ വെച്ചുകൊണ്ടാണ് പരനെ ബോധിപ്പിക്കുന്നത്. എനിക്കറിയുന്ന കാര്യം, എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ സജ്ജീകരിക്കണം എന്നറിയോ? ഇത് ഞാൻ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നേക്കാണ് ശ്ലോകത്രയി. മിനിഞ്ഞാന്ന് മുതൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് എനിക്ക് പറയാനുള്ള ആശയങ്ങൾ എഴുതി വെച്ച് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത്. കാരണം എന്തിനാ? ഇത് പറയണതിനൊരു രീതിയുണ്ട്. ഇതെങ്ങനെ പറഞ്ഞാലാണ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ്. മറ്റു പ്രഭാഷണങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കണില്ല, എന്നിരുന്നാൽ പോലും നമുക്ക് ഏതും ഏതിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രതിപാദന രീതിയുണ്ട്. ആ രീതി വെച്ചിട്ട് ഒരാളെ ബോധ്യപ്പെടുത്തുവാനാണ് അനുമാന പ്രമാണം സഹായിക്കുക. അപ്പോൾ അനുമാന പ്രമാണം നമ്മൾ ഈ പ്രമയിലേക്ക് എത്തിച്ചേർക്കുന്നതിന്, പ്രമയിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രമാണമാണ്. വളരെ ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യക്ഷ പ്രമാണം സഹായിക്കാത്ത ഒരുപാട് മേഖലകളിൽ നമുക്ക് അനുമാന പ്രമാണം കൊണ്ട് സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിഗമനത്തിലെത്താനായിട്ട് നമുക്ക് കഴിയും. ഇതാണ് അനുമാന പ്രമാണത്തിൻ്റെ രീതി. അപ്പോൾ അനുമാന പ്രമാണം ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? പ്രത്യക്ഷ പ്രമാണം ഉണ്ടായിരിക്കണം. ഇതൊരു പ്രമാണമാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. അതൊന്നും നിങ്ങളോട് ഞാൻ പറയണില്ല. ഇതേ 10:30 മണിയായി നോക്കൂ. അപ്പോൾ ഈ അനുമാന പ്രമാണം കഴിഞ്ഞിട്ടുള്ള പ്രമാണം എന്താണ്? ഉപമാന പ്രമാണം. ഉപമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യ പ്രമാണമാണ്. എന്ത്? ഉപമാനം. ഒരു മൃഗം, ഒരു ജീവിയെ നിങ്ങൾ കണ്ടിട്ടില്ല, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ വയനാട്ടിൽ അട്ടപ്പാടിയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അട്ടപ്പാടിയിൽ കയറി. അപ്പോൾ അട്ടപ്പാടിയിൽ കയറുന്ന സമയത്ത് ഒരു മൃഗത്തെ കുറിച്ചിട്ട് ഇവിടുന്ന് വിശാലാനന്ദ സ്വാമി പറഞ്ഞു, അയ്യോ അതിലെയാണോ പോണേ? അവിടെ ഒരു മൃഗം ഉണ്ട് കേട്ടോ, ഗവയം എന്നാണ് ആ മൃഗത്തിൻ്റെ പേര്. അപ്പോൾ ചോദിക്കും, ആണോ സ്വാമി അങ്ങനെ ഒരു മൃഗമുണ്ടോ? പിന്നെ അങ്ങനെ ഒരു മൃഗമുണ്ട്, എന്ത് രസമാണ് കാണാൻ എന്ന് പറയും. അപ്പം അതെന്തുപോലെ ഇരിക്കും? അതെങ്ങനെയാ മനസ്സിലാക്കുക ഈ ഗവയത്തെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഗോ സദൃശോ ഗവയഹ. ഗോവിനെ പോലെ ഇരിക്കും. അതിനെ കണ്ടു കഴിഞ്ഞാൽ പശുവിനെ പോലെ ഇരിക്കും, പക്ഷെ പശുവല്ല. അപ്പോൾ
സ്വാമിജി പറഞ്ഞ വിവരം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രൂഢമൂലമായിട്ട് കിടക്കണുണ്ട്. ഇങ്ങനെ ഒരു മൃഗം കാണും, പശുവിനെ പോലെ ഇരിക്കും കണ്ടാൽ, എന്നാൽ പശുവല്ല. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ മൃഗത്തെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഇത് തന്നെയാണ് ഗവയം, അല്ലേ? ഗോസദൃശമായിരിക്കുന്ന പശുവിനെ പോലുള്ള ഒരു മൃഗത്തെ നമ്മൾ കാണുമ്പോൾ പശു അല്ലതാനും നമുക്ക് നല്ല നിശ്ചയമുണ്ട്. പശുവിനെ പോലെ സാദൃശ്യ ലക്ഷണം കൊണ്ട് നമ്മൾ ആ വസ്തുവിനെ മനസ്സിലാക്കും, ഇത് ഗവയമാണ് എന്ന്. ഈ പ്രമാണത്തെയാണ് ഉപമാന പ്രമാണം എന്ന് പറയുന്നത്. ഇത് മറ്റ് ദാർശനികന്മാരൊക്കെ അനുമാന പ്രമാണത്തിൽ ഉൾപ്പെടുത്തി പറയുന്നതാണ് ഉപമാന പ്രമാണത്തെ. പക്ഷേ വേദാന്ത ദർശനത്തിലേക്ക് വരുമ്പോൾ ഉപമാന പ്രമാണത്തെയും സ്വതന്ത്രമായ ഒരു പ്രമാണമായിട്ട് ആചാര്യന്മാർ സ്വീകരിക്കുന്നു. കാരണം എന്താ അറിയോ? അനുമാന പ്രമാണത്തിൽ എന്തുണ്ട്? പ്രത്യക്ഷ പ്രമാണത്തിന്റെ മുൻപുള്ള അനുഭവമുണ്ട്. മുൻപ് അനുഭവം ഉണ്ടായിട്ടുള്ളത് മാത്രമാണ് പിന്നീട് ഊഹത്തിന് വഴിതെളിക്കുന്നതാണ് അനുമാനം എന്ന് പറഞ്ഞു. പക്ഷെ ഉപമാനത്തിൽ എന്തില്ല? പ്രത്യക്ഷാനുഭവം ഉണ്ടായിട്ടില്ല. വലിയൊരു വ്യത്യാസം അതാണ്. അനുമാനത്തിൽ നിന്ന് ഉപമാനത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ഗവയം എന്ന മൃഗത്തെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ മുമ്പ് കാണാത്ത ഒന്നിനെ കേട്ടുകേൾവിയിലൂടെ ഇതാണ് ഗവയം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് ഉപമാന പ്രമാണത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് കണ്ടറിയാമെങ്കിൽ അങ്ങനെ അറിയുക, ഇനി കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഊഹിച്ചറിയാമെങ്കിൽ അങ്ങനെയും അറിയുക. ഇത് രണ്ടും സഹായിക്കാത്തിടത്ത് സാദൃശ്യ പ്രമാണം കൊണ്ട്, ഉപമാന പ്രമാണം കൊണ്ട് അറിയുക. എന്നിട്ടും കണ്ടെത്തിയില്ല ഗുരു എന്ന് പറയുമ്പോൾ പറയാണ് ശബ്ദപ്രമാണം. അവിടെയാണ് നാലാമത്തെ പ്രമാണമായിരിക്കുന്ന ശബ്ദപ്രമാണം വരുന്നത്. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ആപ്തന്റെ വചനമാണ് ശബ്ദം. ആപ്തൻ ആരാണ്? ആപ്തൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വക്താവ്, അല്ലേ? നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം അറിയണമെങ്കിൽ സത്യം പറയുന്ന ആളോടെ നമ്മൾ ചോദിക്കുള്ളൂ, അല്ലേ? അവനോട് ചോദിച്ചാൽ കൃത്യം കാര്യം അറിയാമെന്ന് പറയും. രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. ഒരു ടൈപ്പ് ആളുകൾ എന്ത് ചെയ്യും? ഒരു കാര്യത്തെ അനാവശ്യമായിട്ട് പർവ്വതീകരിക്കും. ഒയ്യോ എന്തായിരുന്നു അവിടെ എന്ന് പറയും. അതിന് മാത്രം ഒന്നും ഉണ്ടായി കാണില്ല. പറയുന്നതിൻ്റെ 20% എടുത്താൽ മതി. പക്ഷെ പറയുമ്പോൾ അതിന് വലിയ മല പോലെ അവതരിപ്പിക്കും. ഇനി ഒരു കൂട്ടരുണ്ട്, വലിയ സംഭവം നടന്നാലും എന്താ അവിടെ ഉണ്ടായ? അവിടെ ഒന്നും ഉണ്ടായില്ല എന്ത്. അപ്പൊ പുലി പോലെ ഇരുന്നതിനെ എലി പോലെ അവതരിപ്പിക്കുന്നവരുണ്ട്, എലി പോലെ ഇരുന്നവനെ പുലി പോലെ അവതരിപ്പിക്കുന്നവരുണ്ട്. ഇവർ രണ്ടുപേരും ആരല്ല? ആപ്തന്മാരല്ല. അപ്പോൾ ഒരു കാര്യം ഇവിടെ എന്താ നടന്നത് എന്ന് നമ്മൾ ആരോട് അന്വേഷിക്കണം? അല്പമെങ്കിലും സത്യം പറയുന്ന ആളോട് ചോദിക്കണം. അവർ അധികം വെള്ളം ചേർക്കില്ല കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധഭൂമിയെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ സഞ്ജയനെ തന്നെ തിരഞ്ഞെടുത്തത്. പുള്ളി അധികം വെള്ളം ചേർക്കാതെ പറഞ്ഞു കൊടുക്കണ ആളാ. അയ്യോ കാലൊടിഞ്ഞൂട്ടോ ദുര്യോധനൻ്റെ, ഇങ്ങനെയൊന്നും പറയൂല. കണ്ണ് പൊട്ടിച്ചു എൻ്റെ ദൈവമേ എന്നൊന്നും പറഞ്ഞ് ഈ കണ്ണ് കാണില്ലാത്ത ആളെ പേടിപ്പിക്കുന്നില്ല. അവിടെ എന്താണോ നടക്കണത് അതിന് അതുപോലെ പറയുന്ന ആളെ തന്നെയാണ് ഈ വിശേഷമായിരിക്കുന്ന സിദ്ധി കൊടുത്തിട്ട് പറയുന്നത്. ശബ്ദപ്രമാണത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആപ്തനായിരിക്കുന്ന ഒരു ഋഷിയെയാണ് യഥാർത്ഥ വക്താവായിട്ട് പറയുന്നത്, അല്ലേ? ഇപ്പം നരേണ ഗുരുദേവൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും അനുഭവമുണ്ടായിട്ടല്ല നമ്മൾ സ്വീകരിക്കുന്നത്. പകരം ഗുരുദേവനാണ് പറഞ്ഞത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ പ്രമാണമാണ് എന്ത്? ശബ്ദപ്രമാണം. ഗുരു പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റില്ല. അത് ഭക്തനുണ്ടാകുന്ന, ശിഷ്യനുണ്ടാകുന്ന ഉറച്ച ബോധ്യമാണ്. ആ ബോധ്യത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്, ശ്രദ്ധ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന്, ആചാര്യവാൻ പുരുഷോ വേദ എന്ന്. ആചാര്യനുള്ള പുരുഷൻ ഇതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവന് വിശ്വാസമുണ്ട്. എൻ്റെ ഗുരു കള്ളം പറയില്ല. ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസ്സിലേക്ക് നേരായ മാർഗത്തെ കാട്ടുന്ന ഗുരുവിനെ കള്ളം പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ പറ്റിച്ചിട്ട് എന്ത് കാര്യം? ആ നേരായ മാർഗത്തെ സത്യസന്ധമായി പറഞ്ഞു തരുമ്പോൾ അവിടെ
അവിടെ പ്രത്യക്ഷ പ്രമാണമില്ല, അനുമാന പ്രമാണമില്ല, ഉപമാന പ്രമാണവുമില്ല. ഋഷി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ആ ശബ്ദത്തെ ആധാരമാക്കി പ്രമാണമാക്കി സ്വീകരിക്കുമ്പോൾ അത് ശബ്ദപ്രമാണമാണ്. ഉപനിഷത്തുകളെല്ലാം തന്നെ എന്താണ്? ശബ്ദപ്രമാണമാണ്. നമുക്ക് പ്രത്യക്ഷാനുമാനാദി പ്രമാണങ്ങളൊന്നും അവിടെ സഹായിക്കുന്നില്ല. പിന്നെ ഉള്ളത് രണ്ടെണ്ണമാണ്, അർത്ഥാപത്തിയും അനുപലബ്ധിയും. ഒന്നിൻ്റെ വെളിച്ചത്തിൽ മറ്റൊന്നിനെ കുറിച്ച് ഉള്ള അറിവുണ്ടാക്കുന്നതിൻ്റെ പേരാണ് അർത്ഥാപത്തി. അർത്ഥാപത്തി ലക്ഷണം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണം, ഞാൻ ഒന്നും കഴിക്കില്ല പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. എന്താണ്? അതിന് പ്രത്യക്ഷമായ ചില കാരണങ്ങളുണ്ട് അല്ലേ? അത് തന്നെയാണ് ശാസ്ത്രത്തിലും പറയുന്നത്. ദേവദത്തം പറയുകയാണ്, ദേവദത്തം പറയുക, ഞാൻ പകല് ഭക്ഷണം കഴിക്കത്തേ ഇല്ല, ദേവദത്തം പറയുക. പക്ഷെ ദേവദത്തൻ എല്ലാ ദിവസവും നല്ല തടിച്ചു വരുന്നത് കാണുകയും ചെയ്യാം. അപ്പം നമ്മൾ അത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? പകലേ കഴിക്കണ്ടാവില്ലാത്തേ ഉള്ളൂ, രാത്രി നന്നായി കഴിക്കുന്നുണ്ടാവും, അല്ലാതെ എങ്ങനെ വണ്ണം വയ്ക്കും? അപ്പോൾ ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നിനെ കുറിച്ചുള്ള അറിവുണ്ടാക്കുന്ന പ്രമാണമാണ് അർത്ഥാപത്തി. ഇതാണ് അഞ്ചാമത്തെ പ്രമാണമായിട്ട് പറയുന്നത്. ഇനി എന്താണ്? അനുപലബ്ധി. അനുപലബ്ധി എന്ന് പറഞ്ഞാൽ അഭാവം, ഇല്ലായ്മയെ അറിയണമെങ്കിലും എന്ത് വേണം? അറിവ് വേണം. ഇവിടെ ആപ്പിൾ ഇല്ല, ആപ്പിളിൻ്റെ എന്തുണ്ട്? ഇവിടെ അഭാവമുണ്ട്, ഇല്ലായ്മയുണ്ട്. ഇവിടെ ഗ്ലാസ് ഉണ്ട്, ബുക്കുണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ഞാനുണ്ട്, സ്വാമിജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? ആപ്പിളില്ല. അപ്പം ആപ്പിൾ ഇല്ല എന്നുള്ളത് ആ അഭാവം കൊണ്ട്, ഇല്ലായ്മ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പേരാണ് അനുപലബ്ധി. ഈ 6 പ്രമാണങ്ങളെ അദ്വൈത വേദാന്തം ഇങ്ങനെ സ്വീകരിച്ച് അംഗീകരിച്ച് പോരുന്ന ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ പ്രമയിലേക്ക് എത്തിച്ചേരാമോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഗുരു ഇവിടെ പറയുന്നത് എന്താണ്? അസ്ഥി ധർമ്മി ഇതി അനുമിതിഹി. ധർമ്മി അസ്ഥി ഇതി, ധർമ്മി ഉണ്ട് എന്നുള്ളത് അനുമിതിഹി കഥം ഭവതി. ധർമ്മി ഉണ്ട് എന്ന് അനുമാനം കൊണ്ട് എങ്ങനെ സാധിക്കാനാണ്? ധർമ്മത്തെ അല്ലേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പേരക്കയുടെ കഥ ഓർക്കുക. പേരക്കയുടെ ധർമ്മങ്ങളെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ധർമ്മങ്ങളെയാണ് അറിയാൻ കഴിയുന്നുള്ളൂ. ആധാരമായിരിക്കുന്ന ധർമ്മിയെ നമുക്ക് അറിയാനായിട്ട് കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ധർമ്മി അസ്ഥിതി, ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമിതിഹി കഥം ഭവതി. അനുമാനജ്ഞാനം കഥം ഭവതി, എങ്ങനെ ഉണ്ടാവാനാണ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നർത്ഥം. അതിന് വേറൊരു തരത്തിൽ കുറെ കൂടി കാവ്യഭാഷയിൽ പറയുകയാണ്, അനുമതിക്ക് വഴിയൊരുക്കില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അനുമാന പ്രമാണം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ പ്രമാണങ്ങളെ കുറിച്ച് കേട്ടില്ലേ? അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ പറയൂ, ഇത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമതി ഉണ്ടാവില്ല. അനുമാനജ്ഞാനത്തിന് എന്ത് വേണം? അനുമാന പ്രമാണം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് പ്രമാണം ഉണ്ടാവണം? പ്രത്യക്ഷ പ്രമാണം ഉണ്ടാവണം. ധർമ്മിയുടെ പ്രത്യക്ഷ പ്രമാണം നമുക്കുണ്ടായോ? ഉണ്ടായില്ല. ധർമ്മങ്ങളെയാണ് നമ്മൾ കാണുള്ളൂ. അപ്പോൾ നേരിട്ടുള്ള പ്രത്യക്ഷ പ്രമാണം ഇല്ലാതിരുന്ന ധർമ്മിയെ പിന്നെ അനുമാന പ്രമാണം കൊണ്ട് എങ്ങനെ അറിയാൻ കഴിയും? ഒരിക്കലും നമുക്ക് അങ്ങനെ അറിയാനായിട്ട് കഴിയില്ല. ഇതാണ് ഈ വരിയിലേക്ക് വരാനാണ് ഇത്രയും പറഞ്ഞത്. ഇത് ആദ്യമേ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയാം, എന്തോന്നത്, ഇതെന്തോന്ന് കൃതി എന്ന് ചോദിച്ചേനെ. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏകദേശമായ ധാരണ അങ്ങനെയാണ് കിട്ടുക. അതാണ് ധർമ്മി അസ്ഥിതി, ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമിതിഹി. അനുമിതി ജ്ഞാനം കഥം ഭവതി, എങ്ങനെ ഉണ്ടാകാനാണ്? വാഗപി, വാക്കിൻ്റെ കാര്യത്തിലും അഥവാ ശാസ്ത്രപ്രമാണം അനുസരിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിലും എന്താണ്? ഇതുപോലെ തന്നെ അല്ലേ? ശബ്ദപ്രമാണം എത്ര കേട്ടു എന്ന് വിചാരിച്ചിട്ടും ധർമ്മി എന്ന അനുഭവം നമുക്ക് ഉണ്ടാവണ്ടോ? ആത്മോപദേശ ശതകം നിത്യവും വായിക്കുന്നുണ്ട്, ആത്മജ്ഞാനിയായോ? ശബ്ദപ്രമാണമല്ലേ, എന്തേ ആവാത്തത്? ഇപ്പോഴും ശുണ്ഠി മൂക്കത്ത് തന്നെയാ.
60 ധർമ്മീയല്ല എന്ന് പറയും അല്ലേ? ഒരു വഴിക്ക് 60 ധർമ്മീയല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ നമ്മൾ കോപിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ശാസ്ത്രവും ശബ്ദപ്രമാണവും ഒക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഗുരുദേവൻ പറഞ്ഞതൊക്കെ ഒരു വള്ളി പുള്ളി വിടാതെ പഠിച്ചു വെച്ച ആളുകളുണ്ട്. 64 കൃതികളും വള്ളി പുള്ളി വിടാതെ തെറ്റാതെ അറിയാം. പക്ഷെ ധർമ്മിജ്ഞാനം ഉണ്ടായോ? അതുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കഥം വാഗഭി, വാക്കും എങ്ങനെ സഹായിക്കാനാണ്? ഈ ഉപനിഷത്തിന് രഹസ്യം എന്നൊരർത്ഥമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ രഹസ്യം? ഉപനിഷത്തിന്റെ പല അർത്ഥങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്ത് താഴെ ഇരുന്ന് പഠിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അതിന് രഹസ്യം എന്നൊരർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് ഉപനിഷത്ത് രഹസ്യമാകുന്നത്? ഈ മൈക്രോഫോണിലൂടെ 10 ദിവസം പറഞ്ഞു തന്നാലും ഈ പറഞ്ഞത് എന്താന്ന് പറഞ്ഞവർക്കും പിടികിട്ടില്ല, കേട്ടവർക്കും പിടികിട്ടില്ല. നിങ്ങളെ മാത്രമല്ല, എന്നെ കൂടി കൂട്ടിയാ പറയുന്നത്. ഇതാണ് രഹസ്യ സ്വഭാവം. എത്ര ചന്തയിൽ പോയി നിന്ന് വിളിച്ചു കൂവിയാലും, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് വിളിച്ചു കൂവിയാലും ബ്രഹ്മാനുഭവം ഉണ്ടാകണമെന്നില്ല. അതൊരുപാട് അകലെയാണ്. അപ്പോ ഈ പ്രമാണങ്ങളൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളെ, പ്രപഞ്ചത്തിലെ അറിവുകളെ, സ്വാഭാവികമായിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് അറിയുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. ഈ വഴി പോയാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താം അല്ലേ? അപ്പൊ ചോദിക്കാം, അപ്പൊ ഗുരുവിൻ്റെ ആവശ്യകത എന്താണ്? ശബ്ദപ്രമാണം സഹായിക്കുക. ഗുരു ഒരു ചൂണ്ടുപലകയാണ്. ഗുരു ഒരു ചൂണ്ടുപലകയാണ്. ഗുരുവിന് കാണിച്ചു തരാനേ പറ്റുള്ളൂ. മോളെ ഈ വഴി നേരെ പോയാൽ നിനക്ക് കൊല്ലത്തെത്താം എന്ന് അറിവുള്ള ആൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നടക്കേണ്ടതും പോവേണ്ടതും ആരാ? നമ്മളാ അല്ലേ? ഗുരുവല്ല. ഗുരു പോയിട്ട് എന്താ കാര്യം? എന്നാ മോൾ ഇവിടെ ഇരുന്നോ, ഞാൻ പകരം വീട്ടിൽ പോവാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തുവോ? ഇല്ല. അപ്പൊ ഗുരുക്കന്മാരെല്ലാവരും തന്നെ ഈ സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകകൾ മാത്രമാണ്. അധ്വാനിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടുന്നതും ആരാണ്? നമ്മളാണ്. ആ നമ്മൾ എത്ര കണ്ട് ഇതിനെ ഉത്തരവാദിത്വത്തോടു കൂടി ആത്മാർത്ഥമായി സമീപിക്കുന്നുവോ അത്രമാത്രം നമുക്കത് വെളിപ്പെട്ട് കിട്ടും. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയും, തീവ്ര സംവേഗാനാമാസന്നഃ. ആരാണോ ഇത് തന്നെ ഗതി, വേറെ ആരുമില്ല ഗതി എന്ന് സുനിശ്ചയം എത്തിക്കൊണ്ട് തീവ്രമായി പരിശീലിക്കുന്നത് അവന് പെട്ടെന്ന് തന്നെ കിട്ടും. IAS കിട്ടുന്ന കുട്ടികളെ പോലെ. ആരാണോ അധിക സമയവും ഇരുന്ന് പഠിക്കുന്നത്, ആരാണോ കൃത്യമായ ടൈം ടേബിൾ വെച്ച് പഠിക്കുന്നത്, ആരാണോ കൃത്യമായിട്ട് പഠിച്ചത്, ആ കുട്ടികൾ പാസ്സായി അല്ലേ? ആയിരക്കണക്കിന് കുട്ടികൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ആരാണ് അതിൽ പാസ്സാകുന്നത്? തീവ്ര സംവേഗന്മാര്. ഇതെനിക്ക് കിട്ടിയേ അടങ്ങൂ എന്ന് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് പണിയെടുക്കുന്നവരാണ് അതിൽ എത്തിച്ചേരുന്നത്. അതുപോലെയാണ് ഈ അധ്യാത്മ സാധന എന്ന് പറയുന്നതും. ഓരോ സാധകനും ഓരോ ഗുണഘടനയുള്ളവരാണ്. ഇവിടെ ഒന്നാമതിരിക്കുന്ന ആളുടെ ഗുണഘടനയല്ല രണ്ടാമതിരിക്കുന്ന വ്യക്തിയുടെ താല്പര്യവും ഗുണവും ധർമ്മവും ഒന്നും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വ്യക്തിയിൽ നിന്ന് ഒരുപാട് അന്തരമുണ്ട് രണ്ടാമത്തെ വ്യക്തിയിലേക്ക്. ഈ പ്രയത്നങ്ങളും സാധനകളും എല്ലാം തന്നെ വ്യക്തി അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ ആരാണോ കൂടുതലായി ഇതിലേക്ക് ആമഗ്നമാകുന്നത് അവന് ഇത് എളുപ്പത്തിൽ കരഗതമാകുന്നു എന്ന് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ടാണ്. ആ അടിസ്ഥാനത്തിൽ മാത്രമാണ് മന്ദ, മധ്യമ, തീവ്ര ആയിട്ടുള്ള സാധകന്മാരെ തിരിച്ചിട്ടുള്ളത്. അല്ലാണ്ട് പൊട്ടന്മാര് എന്ന് പറഞ്ഞിട്ടല്ല. ആർക്കും പൊട്ടൻ ഒരു ഗുരുവും വിളിച്ചിട്ടില്ല അല്ലെ? ഈ എന്തൊരു മന്ദബുദ്ധികളാ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല മന്ദൻ എന്ന് വിളിച്ചത്. മന്ദൻ എന്ന് വിളിച്ചത് ഇച്ചിരി മടിയുള്ളവരെയാണ്. പെട്ടെന്ന് ചെയ്ത് തീർത്താൽ പെട്ടെന്ന് പോകാം, പെട്ടെന്ന് പഠിച്ചാൽ പെട്ടെന്ന് തീർക്കാം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ആർക്കാണോ ഈ തീവ്രത, ആർക്കാണോ ഈ താല്പര്യത്തിൻ്റെ കൂടുതലുള്ളത്, മറ്റേ അർത്ഥം ഇല്ല എന്നല്ല കേട്ടോ, ആർക്കാണോ ഈ താല്പര്യത്തിൻ്റെ തീവ്രതയുള്ളത് അവരിതിനെ അന്വേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ധർമ്മിയെ അറിയാൻ പ്രമാണങ്ങൾക്ക് കഴിയുകയില്ല എന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. അസ്മിൻ അസന്നികൃഷ്ടത്വാത്. അസന്നികൃഷ്ടത എന്ന് പറഞ്ഞാൽ എന്താ? സന്നികർഷം എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്കാണ്. സന്നികർഷം എന്ന് പറഞ്ഞാൽ സംബന്ധം എന്നർത്ഥം. സംബന്ധം എന്ന് പറഞ്ഞാൽ റിലേഷൻ,
ഇപ്പം ഞാൻ ഈ വിളക്ക് കാണുന്നു, അപ്പം ഞാനും വിളക്കും തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു സന്നികർഷത അവിടെ ഉണ്ടായി. കാഴ്ചയുമായിട്ടുള്ള എൻ്റെ സന്നികർഷ ജ്ഞാനത്തിൽ നിന്നാണ് പ്രത്യക്ഷമുണ്ടായത്. ഇവിടെ പറയാണ് അസന്നികൃഷ്ടത്വാത്, ഇന്ദ്രിയങ്ങൾക്ക് സന്നികർഷതയില്ലാത്ത അവസ്ഥയായതുകൊണ്ട് പ്രത്യക്ഷം അനുമാനവത്, അനുമാനം പോലെ തന്നെയാണ് ആത്മാവിനെ അറിയുന്നതിൽ പ്രത്യക്ഷത്തിൻ്റെ അവസ്ഥയും. അല്ലേ? കണ്ടറിയാൻ പറ്റുന്നില്ല ആത്മാവിനെ, മണത്തറിയാൻ പറ്റുന്നില്ല ആത്മാവിനെ, രുചിച്ചറിയാൻ പറ്റുന്നില്ല ആത്മാവിനെ, കേട്ടറിയാൻ പറ്റുന്നില്ല ആത്മാവിനെ. അപ്പം എന്താണ്? നേരത്തെ പറഞ്ഞ അനുമാനജ്ഞാനം പോലെ തന്നെ എന്താണ് മനസ്സിലാക്കാൻ സാധ്യതയില്ലാതെ വരുന്നതാണ് എന്ത്? ഈ പ്രത്യക്ഷ ജ്ഞാനവും അവിടെ ഉപകരിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞത്. അസ്തി ധർമ്മീത്യനുമിതിഹി കഥം ഭവതി വാഗബി അസന്നികൃഷ്ടത്വാദസ്മിൻ പ്രത്യക്ഷം അനുമാനവത്. ഇനി അതിൻ്റെ തന്നെ അതേ അർത്ഥം തന്നെയാണ് 2-3 പദ്യങ്ങളിലുള്ളത്. എന്താണ്? ന വിദ്യതേ അസ്തി ധർമ്മീതി പ്രത്യക്ഷം അനുമാനവത് മാനാഭാവാത് അസൗനേതി ബോധയേവ അവശിഷ്യത്തെ. ന വിദ്യതേ അസ്തി ധർമ്മീതി, അസ്തി ധർമ്മി ഇതി, ധർമ്മി ഉണ്ട് എന്ന്. അപ്പൊ ധർമ്മത്തിന് ഇരിപ്പിടമായത് ധർമ്മി അല്ലേ? അപ്പൊ ധർമ്മി ഉണ്ട് എന്ന്. അപ്പൊ ധർമ്മം ജഗത്താണെങ്കിൽ ധർമ്മി ബ്രഹ്മമാണ് അല്ലേ? ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിലാണ്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, ജഗത്തെന്ന് പറഞ്ഞാലോ മാറ്റമുള്ളത്. ആ വാക്കിന് അതാണ് അതിൻ്റെ പ്രധാന അർത്ഥം. നമ്മൾ പെട്ടെന്ന് തന്നെ ജഗത്തൊന്നും ഇല്ലടോ എന്നൊന്ന് പറഞ്ഞാൽ അതിനെ പുച്ഛിക്കുകയല്ല. എവർ ചേഞ്ചിങ് എന്നുള്ളൊരു അർത്ഥമുണ്ട് മിഥ്യാശബ്ദത്തിന്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. പക്ഷെ മറ്റത് അങ്ങനെയല്ല, ബ്രഹ്മ അങ്ങനെയല്ല, അത് മാറാത്തതാണ്, അത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ 3 കാലങ്ങളിലും ചേഞ്ച് വരാത്തത്. മിഥ്യ എന്ന് പറഞ്ഞാൽ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സവനമൊഴിഞ്ഞ് സമത്വമാർന്ന് നിൽപ്പീല, ഇങ്ങനെ തന്നെയല്ലേ പറയുക? ഈ പ്രസവം ഒഴിഞ്ഞിട്ട് എവിടെയാ നേരെ ഇവിടെ? സവനമൊഴിഞ്ഞ് സമത്വമാർന്ന നിൽപ്പില്ല. ഈ പ്രപഞ്ചത്തെ എടുത്തു നോക്കൂ, സവനമൊഴിഞ്ഞ് ഒരു നേരവുമില്ല. അതാണ് ഈ എവർ ചേഞ്ചിങ് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ നിരന്തരമായ മാറ്റത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ധർമ്മത്തെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ, ധർമ്മിയെ അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന കണക്കെ ഈശാവാസ്യം ചോദിക്കുന്നത്, മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യം അതിൻമുഖം തുറക്കുകതു നീ പൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യം അതിൻമുഖം, സത്യത്തിൻ്റെ മുഖം പ്രപഞ്ചമാകുന്ന പൊൻതളിക കൊണ്ട് മൂടി വെച്ചിരിക്കുമ്പോൾ ആർക്കാ നേരം ആ പൊൻതളിക പൊക്കി നോക്കാൻ? ഏറ്റവും നല്ലത് പൊൻതളികയാന്ന് പറഞ്ഞിരിക്കുന്നവരാ നമ്മളിപ്പോൾ. പ്രത്യേകിച്ച് ഒരുപാട് വില കൂടി അല്ലേ? ഇച്ചിരി പൊന്ന് കിട്ടാൻ എത്ര രൂപ കൊടുക്കണം. അപ്പം ആ സത്യത്തെ എന്തുകൊണ്ടാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? മൂടപ്പെടുന്നു പൊൻപാത്രം. പൊൻപാത്രം മാറ്റി നോക്കാൻ നല്ല സത്യാഭിവാഞ്ചയുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ പൊൻപാത്രം കൊണ്ട് വീട്ടിൽ പോകും, എനിക്കിത് മതി പറയും. അതിൻ്റെ അപ്പുറത്തേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് ജനനി നവരത്ന വഞ്ചരിയിലും പറയുന്നത്, മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യമാടി വിടുമീ കിലാലവായി വനല കോലാഹലം ഭുവനം അലാപമാത്രമഖിലം കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകമൂടും എന്ന് പറഞ്ഞത്. അമ്മ ഒരു കളിവസ്ത്രം അണിഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ കളിവസ്ത്രം? പ്രപഞ്ചമാകുന്ന കളിവസ്ത്രം. കാലാദിയായ മൃദുനൂലാലെ, കാലദേശങ്ങളാകുന്ന നൂലുകൾ ഊടും പാവുമാക്കിക്കൊണ്ട് നെയ്തെടുത്ത കളിവസ്ത്രം അണിഞ്ഞിരിക്കുന്നത് കൊണ്ട്, അല്ലയോ ശാരദാംബേ, നിന്റെ ഈ സുന്ദരമായിരിക്കുന്ന പൊൻതളിക കണക്കെ ഇരിക്കുന്ന ശരീരം മാത്രമല്ലേ കാണാൻ എനിക്ക് യോഗമുള്ളൂ. അതിനപ്പുറത്തിരിക്കുന്ന നിന്റെ അന്തസാരമായിരിക്കുന്ന ജനനീഭാവത്തെ എന്നാണ് എനിക്ക് കൺകുളിർക്കെ കാണേണ്ടി വരിക?
ആ കളിവസ്ത്രം അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകളെ വ്യാപരിപ്പിക്കാനുള്ള ഒരു ആത്മാഭിവാഞ്ച, അന്വേഷണത്വര നമുക്ക് ഇല്ലാണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് പറ്റണേ. നചികേതസിനോട് യമധർമ്മ രാജാവ് ചോദിച്ചു, ബ്രഹ്മവിദ്യ പഠിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ യമലോകത്തെത്തി, എന്തിനാ കുട്ടി വന്നത്? കുട്ടി പറഞ്ഞു, എനിക്ക് ബ്രഹ്മവിദ്യയെക്കുറിച്ച് അറിയണം. എന്തിനാ അറിയണം? കുറച്ച് ആളുകൾ പറയണു മരണശേഷം ആത്മാവുണ്ട് എന്ന്, കുറച്ച് ആളുകൾ പറയണു ആത്മാവേ ഇല്ല എന്ന്. എന്താ ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യമധർമ്മ രാജാവിന് മനസ്സിലായി, ഈ കൊച്ചു നിസ്സാരക്കാരനല്ല, ഈ കുട്ടിയെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. നല്ല ഒരുപാട് ധനം തരാം, ഒരുപാട് പശുക്കളെ തരാം, നല്ല തരുണീമണികളെ വിവാഹം ചെയ്ത് തരാം, അപ്സരസിനെ തരാം, രത്നം തരാം, ഭൂമി തരാം, മാളിക തരാം എന്നൊക്കെ പറയുമ്പോൾ ഇതിലൊന്നും ആര് വീഴില്ല? ഈ നചികേതസ് എന്ന ബാലൻ ഇതിലൊന്നും കൊടുക്കാൻ പറ്റിയില്ല. യമധർമ്മൻ കൊരുത്തു കൊടുത്ത ചൂണ്ടയിലൊന്നും നചികേതസ് കൊത്തിയില്ല. നചികേതസ് പറഞ്ഞു, എനിക്ക് ആത്മവിദ്യ പറഞ്ഞു തരൂ. അപ്പോഴാണ് യമധർമ്മന് മനസ്സിലായത് എന്ത്? ഈ കുട്ടി യഥാർത്ഥ അന്വേഷിയാണ് എന്ന് മനസ്സിലായിട്ട് ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുപോലെ ആണ് ഇവിടെയും പ്രാർത്ഥിക്കുന്നത്, അല്ലയോ ഭഗവാനെ, അല്ലയോ പരമാത്മാവേ, എനിക്ക് ഈ അങ്ങയുടെ പരമാത്മ ദർശനമുണ്ടാകുന്നതിന് ഈ പൊൻതളിക പോലെ ഇരിക്കുന്ന പ്രപഞ്ചമാകുന്ന പാത്രത്തെ ഒന്ന് നീക്കിത്തരൂ. ഞാൻ അതിനും അപ്പുറത്തിരിക്കുന്ന വേറായ നിൻകടലിനെ കാണാനുള്ള ഒരു ആഗ്രഹം, ഒരു സന്ദർഭം എനിക്ക് തരൂ എന്ന് പ്രാർത്ഥനാന്വിതമായിട്ട് മൊഴിയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ന വിദ്യത്തെ അസ്തി ധർമ്മീതി, ധർമ്മീതി, ധർമ്മിയുണ്ട് എന്നുള്ള പ്രത്യക്ഷം. ന വിദ്യത്തെ, പ്രത്യക്ഷം ഒരിക്കലും ഉണ്ടാവുന്നില്ല. നേരത്തെ പറഞ്ഞത് തന്നെ രണ്ടാമത്തെ ശ്ലോകത്തിലും, ധർമ്മിയുണ്ട് എന്നുള്ള പ്രത്യക്ഷാനുഭവം ഒരിക്കലും ഉണ്ടാകുന്നില്ല. അനുമാനവത്, അനുമാനത്തെ പോലെ, അനുമാന പ്രമാണം പോലെ തന്നെ പ്രത്യക്ഷ പ്രമാണം കൊണ്ടും ധർമ്മിയുണ്ട് എന്നറിയാൻ പറ്റില്ല. മാനാഭാവാത്, അപ്പൊ ധർമ്മിയുണ്ടെന്ന് ഉള്ള ആ മാനം എന്ന് വെച്ചാല് ആ അറിവ് ധർമ്മിയെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള പ്രമാണം ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ നമുക്ക് ഒരിക്കലും ഈ ധർമ്മിയെ അറിയാനും കഴിയില്ല. ബോധമേവാവശിഷ്യത്തെ, കേവലമായ അറിവ് മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ടാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അല്ലേ? എനിക്ക് പറയാം, എനിക്ക് ഇതെൻ്റെ കൈയല്ല, ഇതെൻ്റെ കണ്ണല്ല, ഇതെൻ്റെ മൂക്കല്ല, ഈ വസ്ത്രമല്ല, ഇതൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പറയാൻ കഴിയുമോ ഞാനല്ല ഞാൻ എന്ന് പറയാൻ പറ്റില്ല. ഞാനല്ല ഞാൻ എന്ന് പറയണമെങ്കിലും അറിവ് വേണം. അല്ലേ? ഇപ്പം നിങ്ങൾ പറയാണ്, സ്വാമിനെ എടുത്ത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറയാണ്, ദേഷ്യം വന്ന് പറയാണ്, ഇത് എന്തേ പറഞ്ഞു കൂട്ടിയത്, ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല എന്ന് നിങ്ങൾ പറയണമെങ്കിലും എന്ത് വേണം? അറിവ് വേണം. അത്ര മനസ്സിലായി, സമാധാനമായി. ക്ലാസ്സിന് പ്രയോജനമുണ്ട്. ഒന്നും മനസ്സിലായില്ല എന്ന് പറയണമെങ്കിലും അറിവ് വേണം. ആ അറിവ് കൊണ്ടാണ് നമ്മൾ വ്യവച്ഛേദിക്കുന്നത് എന്ത്? എനിക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ അറിവുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ അറിവ് വെച്ചിട്ടാണ് എല്ലാവരും എല്ലാ നിശ്ചയങ്ങളിലും എത്തിച്ചേരുന്നത്. അതിന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അരുന്ധതി നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ അരുന്ധതി നക്ഷത്രത്തെ കാട്ടിക്കൊടുക്കുന്നത് പോലെ കുഞ്ഞ് ചോദിക്കുകയാണ്, ഏതാണ് അമ്മ അരുന്ധതി നക്ഷത്രം? അപ്പൊ അമ്മ ചൂണ്ടുകയാണ്, ഒരു നക്ഷത്രക്കൂട്ടങ്ങളിലേക്ക് ചൂണ്ടിയിട്ട് കുഞ്ഞിനോട് പറയാണ്, മോനാ നക്ഷത്രക്കൂട്ടങ്ങളെ കണ്ടോ? കണ്ടു അമ്മേ, അതല്ല അരുന്ധതി നക്ഷത്രം. ഈ ബോധ്യം ഉണ്ടാക്കാനാണ് വേദാന്ത ശാസ്ത്രങ്ങൾക്കും പറ്റുള്ളൂ. ഇതല്ല 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 എന്ന ബോധ്യം അത്രേ പറ്റുന്നുള്ളൂ ശാസ്ത്രങ്ങൾക്ക്. മോൻ അത് കണ്ടോ? അപ്പൊ നിങ്ങൾ ഇതിലൂടെ ശ്ലോകത്രയി പഠിച്ചോ? പഠിച്ചു. ഇതല്ല ധർമ്മി,
ഇതാണ്, ഈ ബോധ്യമാണ്. നീ ഒന്നും പഠിച്ചില്ല എന്നുള്ള ബോധ്യമാണ് ഉണ്ടാക്കി തരുന്നതിനാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം ശക്തമാക്കാനാണ് പലപ്പോഴും വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കുക. അവിടെയാണ് നമുക്ക്, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, വലിയൊരു അഹന്ത വരാവരം തരയണം. അല്ലെങ്കിൽ നമുക്ക് അഹന്ത വരില്ല. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചില്ലല്ലോ, ഞാനിതൊക്കെ പഠിച്ചു പറഞ്ഞിട്ട് നമ്മൾ പോയി പാവങ്ങളുടെ അടുത്ത് ഗമടിക്കും. നിങ്ങളതൊന്നും പഠിച്ചില്ലല്ലോ, ആ ഈ ദൈവദശകം മാത്രം ചൊല്ലണ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ശ്ലോകത്രയും ചൊല്ലി കേൾപ്പിക്കും. എന്തൊരു അഹങ്കാരം നോക്ക്. ആ പാവം പിടിച്ച അമ്മ ദൈവദശകം ചൊല്ലിയിരിക്കുമ്പോൾ ഒന്നും പഠിച്ചില്ല, ഞങ്ങളെ 3 ദിവസം പോയി ശ്ലോകത്രയാണ് പഠിച്ചത് എന്ന് പറയും. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇതൊക്കെ വലിയൊരു അഹന്തയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഗുരു തന്നെ പറയാണ്, ഇതുകൊണ്ട് നടക്കരുതേ, വലിയൊരഹന്ത വരാവരം തരയണം. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് എനിക്കിതൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നറിയാനാണ്. അതെപ്പോഴും ഓർമ്മ വേണം. അതാണ് നമ്മളെ ചെറിയ മനുഷ്യനാക്കുള്ളൂ, അതാണ് നമ്മളെ വിനയാന്വിതനാക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വലിയ ഗർവിഷ്ഠരായി പോകും. ശ്വേതകേതു ഒക്കെ പഠിക്കാൻ പോയി തിരിച്ചു വന്ന പോലെ ഇരിക്കും പരിഷത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ. ശ്വേതകേതു എന്ന് പറഞ്ഞ കുട്ടിയെ ചാന്തോക്യോപനിഷത്തിലുള്ളത്, അവൻ പഠിക്കാൻ പോയി പഠനം കഴിഞ്ഞ് വന്നത് നെഞ്ചൊക്കെ വിരിച്ചിട്ടാണ്. ആരടാ എന്തടാ, ഞാൻ ഇതൊക്കെ പഠിച്ചു, 12 കൊല്ലം ഇതൊക്കെ പഠിച്ചു. അപ്പം അച്ഛന് മനസ്സിലായി ഇവനൊന്നും പഠിച്ചിട്ടില്ല എന്ന്. അച്ഛൻ ആത്മജ്ഞാനിയായ ഗുരുവായിരുന്നു. അച്ഛന് മനസ്സിലായി ഈ കുഞ്ഞൊന്നും പഠിച്ചിട്ടില്ല. മോനെ, ഏതൊന്നിനെ അറിഞ്ഞാലാണ് എല്ലാം അറിഞ്ഞതായിത്തീരുക എന്നുള്ള വിദ്യ നീ ചോദിച്ചുവോ എന്നാണ് ചോദിച്ചത്. നീ ചോദിച്ചുവോ നിന്റെ ഗുരുവിനോട് ഏതൊന്നിനെ അറിഞ്ഞാലാണ് എല്ലാം അറിഞ്ഞതായിത്തീരുക എന്ന്? അയ്യോ, അങ്ങനെ ഒരു വിദ്യയുണ്ടോ? അപ്പോഴാണ് കുട്ടി അത് കേൾക്കുന്നത് തന്നെ. അങ്ങനെ ഒരു വിദ്യയുണ്ട്, അതാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ. അപ്പം നമ്മളുടെ ഈ പഠനങ്ങളൊക്കെ തന്നെയും നമ്മളെ ഈ ഒരു അറിവിലേക്കാണ് എത്തിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഇപ്പൊ ബോധം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 3-ാമത്തെ പദ്യത്തിലും അത് തന്നെ പറയാണ്. അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം ധർമ്മധർമ്മിണോഹോ അസൃഷ്ട സാഹചര്യാച്ച ധർമ്മിണ്യനുമതി കുതഃ. തന്നെയാണ് അർത്ഥം. അസ്യ അസന്നികൃഷ്ടത്വാത്, ഈ പറഞ്ഞ ധർമ്മിക്ക് സന്നികർഷത ഇല്ലാത്തതിനാൽ, പ്രത്യക്ഷ പ്രമാണത്തിലൂടെ നേരിട്ട് അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയാത്തതിനാൽ, പ്രത്യക്ഷം കുതഃ, പ്രത്യക്ഷ പ്രമാണം ഇല്ല, പ്രത്യക്ഷ ജ്ഞാനം ധർമ്മിയുടെ കാര്യത്തിൽ ഇല്ല. ധർമ്മധർമ്മിണോഹോ അസൃഷ്ട സാഹചര്യാത്, ധർമ്മത്തിനും ധർമ്മിക്കും തമ്മിലുള്ള സാഹചര്യമില്ലാത്തതിനാൽ അനുമതിച്ച കുതഃ, അനുമതിയുമില്ല. ധർമ്മത്തിനും ധർമ്മിക്കും തമ്മിൽ സന്നികർഷം ഇല്ല എന്ന് പറയണതിൻ്റെ കാര്യം എന്താ? അനുമാന പ്രമാണത്തിൽ നമ്മൾ പറഞ്ഞു തീയും പുകയും എന്ന പോലെ എന്നല്ലേ. പുകയില്ലിടത്തൊക്കെ എന്തുണ്ട്? തീയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ധർമ്മവും ധർമ്മിയും ഒരുമിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പോൾ ധർമ്മത്തെ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ധർമ്മി എന്ന് പറയുന്നതിൻ്റെ സാഹചര്യ സംബന്ധം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്തും സാധ്യമല്ല, അനുമാന പ്രമാണം കൊണ്ടും എത്താൻ സാധ്യമല്ല. ഗുരു പറഞ്ഞു വെക്കുന്നത് ഈ പരമാത്മബോധം വാക്കിനും മനസ്സിനുമൊക്കെ അതീതമാണ് എന്നുള്ള ഔപനിഷദ ദർശനത്തെ ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. എത്ര വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന ഉപനിഷത്തിൽ പറയുന്ന പോലെ, എവിടെ വാക്കെത്തുന്നില്ലയോ, എവിടെ മനസ്സെത്തുന്നില്ലയോ, അതാണ് ആ പരമമായിരിക്കുന്ന ആത്മാവിൻ്റെ ധാമം എന്ന് ഉപനിഷത്ത് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിലിങ്ങ് ചരിച്ചിടും പ്രമാണമെന്ന് ഈ സാധാരണമായിരിക്കുന്ന ചിന്താ രീതികൾ കൊണ്ടൊന്നും ഇതിലേക്ക് എത്താൻ സഹായിക്കുന്നില്ല എന്നുള്ള ഒരു അറിവ്. അതാണ് തികച്ചും അറിവിൻ്റെ മേഖലയാണ് എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒന്നും സംസാരിക്കാൻ കഴിയുന്ന മേഖലയല്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അറിവിൻ്റെ മേഖല തികച്ചും വ്യത്യസ്തമാണ്. അത് ഗൗരവമായി തന്നെ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം പിടികിട്ടുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു ദർശനം ഇങ്ങനെയും ഉണ്ട്, ഗുരുദേവ ദർശനത്തിന് ഇങ്ങനെയും ഒരു വശമുണ്ട് എന്നും ഇങ്ങനെയും ഒരു അവസ്ഥയുണ്ട് എന്നും മനസ്സിലാക്കുന്നതിന്
എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയാൻ ശാസ്ത്രം ഉപകരിക്കില്ല എന്നറിയുന്നതിന് ഇത്തരം കൃതികളുടെ പഠനം സഹായിക്കും. ഇതൊന്നും അറിയാൻ സഹായിക്കില്ല എന്നുള്ള അറിവുണ്ടാക്കുന്നതിന് ഇത്തരം കൃതികളുടെ പഠനം സഹായിക്കും. നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ കുറെ കൂടി നമ്മൾ മനുഷ്യനെന്ന് പറയുന്നത് തന്നെ ചിന്താശേഷിയുള്ളവനാണ്. ഈ ചിന്തയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. തുരുമ്പെടുത്തു പോയി നമ്മുടെ ചിന്ത, അല്ലേ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്ന പോലെയാണ് നമ്മുടെ തലച്ചോറും. ഒന്നും ചിന്തിക്കില്ല. ചിന്തിക്കാനുള്ള സ്ട്രെയിൻ എടുക്കാനൊന്നും വയ്യ, ആരെ കൊണ്ട് പറ്റും ചിന്തിക്കാൻ? പക്ഷെ ചിന്തിക്കുന്നവർക്കാണ് ഗുരു. നിങ്ങൾ നോക്കൂ, ആത്മോപദേശ ശതകമായാലും ജനനീ നവരത്ന മഞ്ജരി ആയാലും ഗുരു ഊന്നി 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 പറയുന്ന ഒരു കാര്യം, തിരഞ്ഞ് തേറിടേണം, ആരായണം, അല്ലെങ്കിൽ നനച്ചിടേണം, ഓർത്തിടേണം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്താ? ഇത് ശരിക്കും ഈ പ്രമാണശാസ്ത്രങ്ങളുടെ മേഖല അന്വേഷിക്കണം എന്നാണ് ആ വാക്കിനർത്ഥം. വിചാരം ചെയ്യുന്നവന്, വിചാരം ചെയ്യുന്നവന്, വിചാരം ചെയ്യുന്നവന്. ആ വിചാരം കൊണ്ട് മാത്രമാണ് ബ്രഹ്മസിദ്ധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എന്ന ദാനേന എന്ന യജ്ഞേന എന്നൊക്കെ പറയുന്നത്. ദാനം കൊണ്ടല്ല, യജ്ഞം കൊണ്ടല്ല, യാഗം കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നത്? വിചാരം കൊണ്ട്. അപ്പൊ ആ വിചാരത്തിലേക്കായിരിക്കട്ടെ. അതിൻ്റെ പേരാണ് മീമാംസ എന്ന്. ഈ വാക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മീമാംസ പരിഷത്ത്. മീമാംസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിചാരം ചെയ്യുന്ന പ്രക്രിയനെ പറയുന്നതാണ്. പൂജിതോ വിചാരഹ എന്നാണ് മീമാംസ ശബ്ദത്തിനർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള മീമാംസ പരിഷത്തുകളിലൂടെ നിങ്ങൾ ശ്രവണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനനം ശക്തിപ്പെടാൻ ഇത്തരത്തിലുള്ള പഠനങ്ങളും സ്വാധ്യായങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു ദിവ്യമായ അവസരത്തിൽ, ഈ ഒരു ധന്യമായ വേദിയിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ധർമ്മസംഘത്തിനോടുള്ള എൻ്റെ ആത്മാർത്ഥമായ നമോവാകം അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.